ആൽക്കമിസ്റ്റ് നോവൽ ഓഡിയോ ബുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. സാന്റിയാഗോ സ്വപ്നങ്ങളുടെ അർത്ഥം പറയുന്ന വൃദ്ധയെ തേടി ടരീഫയിലെത്തുന്നു. ആ വൃദ്ധ അവനെ തന്റെ വീടിന്റെ പുറകുവശത്തുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പലതരത്തിലുള്ള മുത്തുകൾ കോർത്തുണ്ടാക്കിയൊരു മറ പുറന്തളത്തിൽ നിന്ന് ആ മുറിയെ വേർതിരിഞ്ഞിരിച്ചിരുന്നു. കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ പ്രതിരൂപം, ഒരു മേശയും 2 കസേരകളും. അകത്തളത്തിൽ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ നിലത്ത് കുത്തിയിരുന്നു. അവനോടും അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. അവന്റെ കൈപ്പടങ്ങൾ രണ്ടും സ്വന്തം കൈയിൽ ചേർത്തുപിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. അതൊരു ജിപ്സി പ്രാർത്ഥന പോലെ തോന്നിച്ചു. നിരത്തുകളിൽ വെച്ച് ആ ബാലൻ ജിപ്സികളുമായി നേരത്തെ തന്നെ ഇടപഴകിയിരുന്നു. അവരും ഏതാണ്ട് ഇടയന്മാരെപ്പോലെ തന്നെയാണ്. ഒരിടത്തും സ്ഥിരവാസമില്ല. അവർക്ക് ആട്ടിൻപന്നകൾ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് പൊതുവെ അത്ര നല്ല അഭിപ്രായമല്ല. തരം കിട്ടിയാൽ കക്കും. ചതിയന്മാർ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനും മടിക്കില്ല. അകലെ എങ്ങോ ഉള്ള താവളങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി പാർപ്പിക്കും. പിന്നെ അടിമകളാക്കി വിൽക്കും. അവർക്കൊരു പിശാചുമായി ഉടമ്പടിയുണ്ടായിരുന്നു എന്നും കേൾവിപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് ജിപ്സികളെന്ന് കേട്ടാൽ അവൻ പേടിച്ചൊളിക്കുമായിരുന്നു. അവരെങ്ങാനും തന്നെ തട്ടിക്കൊണ്ടു പോയാലോ എന്ന ഭയം. അന്നത്തെ ആ ബാലിശ്യമായ ഭയം ഇപ്പോഴിതാ വീണ്ടും ഈ വൃദ്ധയുടെ കൈയിൽ കൈയും ചേർത്തിരിക്കെ. പക്ഷേ അവർക്കരികിൽ യേശുവിന്റെ തിരുഹൃദയമുണ്ടല്ലോ. തന്നെത്താൻ ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചിന്തിച്ചു. തന്റെ കൈ വിറയ്ക്കുന്നത് ആ വൃദ്ധയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ നിശ്ശബ്ദമായി പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ പിതാവേ, ഇതെന്താനിങ്ങനെ? വൃദ്ധയുടെ സ്വരത്തിൽ വിസ്മയം. അവന്റെ ഉള്ളം കൈയിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഏറെ നേരം അവർ വെറുതെയിരുന്നു. ആ ബാലൻ അസ്വസ്ഥനാവുകയായിരുന്നു. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ സ്ത്രീക്ക് അതേറെക്കുറെ മനസ്സിലായെന്ന് തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് കൈകളെടുത്തു മാറ്റി. എന്റെ കൈ നോക്കി ഫലം പ്രാഞ്ഞു കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. അവന്റെ സ്വരത്തിൽ പ്രകടമായ നീരസം. തള്ളയ്ക്കു വല്ല കാശും കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റു പോകുകയാണ് നല്ലതെന്ന് അവന് തോന്നി. ഒന്നും അറിയണ്ട. ഒരേ സ്വപ്നം 2 തവണ കണ്ടെന്ന് വെച്ച് ഇതിത്ര കാര്യമായി എടുക്കേണ്ടതുണ്ടോ? ഇവരാണെങ്കിൽ അതേപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഓ, നീ കണ്ട സ്വപ്നത്തിന്റെ പൊരുളറിയണം അല്ലേ? വൃദ്ധ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയുമോ, ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് സ്വപ്നങ്ങൾ. അവിടുന്ന് നമ്മുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥവും ഉദ്ദേശവും ഞാൻ നിനക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ ആത്മാവിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ അന്യനൊരാൾക്ക് സാധിക്കില്ല. അവനവന് മാത്രമേ കഴിയൂ. എന്തായാലും നിന്റെ കയ്യിൽ നിന്ന് ഞാനിതിനു കൂലി വാങ്ങും. അതുകൂടാതെ കഴിയില്ല. മറ്റൊരു സൂത്രം, അവൻ വിചാരിച്ചു. അല്ലെങ്കിലും ഇതാണല്ലോ ഈ കൂട്ടരുടെ സ്ഥിരം പതിവ്. എന്തായാലും നോക്കാം. അങ്ങനെ പേടിച്ചു പിന്മാറാൻ പറ്റുമോ? ചെന്നായ്ക്കൾക്കും വരൾച്ചയ്ക്കുമൊക്കെ എതിരായി എപ്പോഴും കരുതലോടെ മുന്നേറേണ്ടതല്ലേ ഒരിടയൻ? അതെല്ലാമല്ലേ ഒരിടയന്റെ ജീവിതത്തെ തികച്ചും മനോഹരമാക്കുന്നത്? നോക്കൂ, ഒരേ സ്വപ്നം, ഒരു മാറ്റവും കൂടാതെ അതേ മട്ടിൽ ഞാൻ 2 തവണയായി കാണുന്നു. അവൻ തന്റെ വാനവിടെ വന്നതിന്റെ ഉദ്ദേശം വിവരിച്ചു. ഒരു വയലിന്റെ നടുവിലാണ് ഞാൻ, ഒപ്പം എന്റെ ആടുകളും. പെട്ടെന്നൊരു കൊച്ചുകുട്ടി എവിടെ നിന്നോ വന്ന് എന്റെ ആടുകളുമായി കൂടെ ചേർന്ന് കളിക്കാൻ തുടങ്ങി. സാധാരണയായി ഞാനതിന് സമ്മതിക്കാറില്ല. പരിചയമില്ലാത്തവരെ അരികിൽ കണ്ടാൽ ആടുകളുടെ മട്ടുമാറും. പക്ഷെ കുട്ടികളാണെങ്കിൽ അവയ്ക്ക് ഭയമില്ല. എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇവറ്റിക്കെങ്ങനെയാണാവോ മനുഷ്യരുടെ പ്രായം കണക്കാക്കാൻ പറ്റുന്നത്? അതും ഇതും പറയാതെ നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. വൃദ്ധ അസഹ്യനത പ്രകടിപ്പിച്ചു. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അല്ലെങ്കിലും നിനക്കുവേണ്ടി അധികം സമയം മെനക്കെടുത്താനും ഞാൻ വിചാരിക്കുന്നില്ല. അതിന് തക്കവണ്ണമൊന്നും നിന്റെ കയ്യിൽ പണവുമില്ലല്ലോ. ശരി ശരി. അവന്റെ സ്വരത്തിൽ ലേശം ജാള്യത. കുറച്ചധികം നേരം ആ കുട്ടി എന്റെ ആടുകളുമായി കളിച്ചു. പിന്നെ പെട്ടെന്ന് ഓടിവന്നെന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചു. എന്നെ പൊക്കിയെടുത്ത് താഴെ വെച്ചത് ഈജിപ്റ്റിലെ പിരമിഡുകൾക്കടുത്ത്. അവൻ തെല്ലിട നിർത്തി ആ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കി. ഈജിപ്റ്റ്, പിരമിഡ്. അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവഭേദമുണ്ടോ? ഇല്ല. ആ കണ്ണുകൾ തികച്ചും നിർവികാരമായിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. വാക്കുകൾ ഓരോന്നും വേർതിരിച്ചെടുത്ത് അവരുടെ മനസ്സിൽ അവ വ്യക്തമായി പതിയട്ടെ എന്ന ഭാവത്തോടെ. ഈജിപ്തിൽ പിരമിഡുകളുടെ സമീപത്തെന്നെ കൊണ്ടുചെന്ന് നിർത്തി അവൾ എന്നോട് പറഞ്ഞു, ഹാ, അതൊരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ തിരഞ്ഞോളൂ, നിനക്ക് വലിയൊരു നിധി കിട്ടും. നിധി കിടക്കുന്ന സ്ഥലം അവൾ കൃത്യമായി കാണിച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി 2 പ്രാവശ്യവും. മറുപടിയൊന്നും പറയാതെ ആ സ്ത്രീ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. വീണ്ടും അവന്റെ ഉള്ളങ്കൈയെടുത്ത് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ നീ പ്രതിഫലമൊന്നും തരേണ്ട. തികഞ്ഞ ഗൗരവത്തോടെയാണവർ അതു പറഞ്ഞത്. പക്ഷേ
എന്നെങ്കിലും ആ നിധി നീ കൈക്കലാക്കിയാൽ അതിന്റെ 10-1 എനിക്ക് തരണം. തൽക്കാലത്തെ ലാഭം. അവൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. കയ്യിൽ 4 കാശു തികച്ചില്ല, അതിൽ നിന്ന് ഒരു പങ്ക് ഇവർക്കു കൊടുക്കാതെ കഴിഞ്ഞല്ലോ. ഒളിഞ്ഞ നിധി സ്വപ്നം കണ്ടതിന്റെ ഗുണം. എന്നാലും അവൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു. എന്റെ സ്വപ്നത്തിന്റെ അർത്ഥമെന്താണ്? അത് പറഞ്ഞില്ലല്ലോ. പറയാം. അതിനു മുൻപ് നീ എനിക്കു വാക്കുതരണം. ഞാൻ പറയാൻ പോകുന്നതിന് പ്രതിഫലമായി നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 എനിക്ക് തരാമെന്ന്. അവർ വീണ്ടും അതുതന്നെ പറഞ്ഞു. ശരി, ഞാൻ വാക്കുതരുന്നു. കർത്താവിന്റെ ഈ തിരുഹൃദയമാണ് സത്യം. നിധി കിട്ടിയാൽ അതിന്റെ 10-1 നിങ്ങൾക്കും. ഈ സ്വപ്നത്തിൽ അത്ര അസാധാരണമായി ഒന്നും കാണുന്നില്ല. എനിക്കത് വ്യാഖ്യാനിച്ചു തരാൻ കഴിയും. കുറച്ചു പ്രയാസപ്പെടണമെന്നും അർത്ഥം. അതുകൊണ്ടാണ് നീ കണ്ടെത്തുന്നതിന്റെ ഒരു ഓഹരി എനിക്കും അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നത്. ഒന്നു നിർത്തി കുറച്ചുനേരം എന്തോ ആലോചിച്ചിരുന്നതിനു ശേഷമാണ് പിന്നീടവർ പറഞ്ഞത്. എന്റെ അഭിപ്രായം തീർച്ചയായും നീ പിരമിഡുകൾ തേടി പോകണമെന്ന് തന്നെയാണ്. അതെവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അതു പറഞ്ഞു തന്നതൊരു കൊച്ചുകുട്ടിയല്ലേ. ആ വാക്കുകൾ വെറുതെയാവില്ല. പൊയ്ക്കോളൂ, ഒട്ടും ശങ്കിക്കണ്ട. നീ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നീയൊരു ധനവാനുമാവും. അവൻ അത്ഭുതം തോന്നി, ഒപ്പം നീരസവുമായി. ഇതു കേൾക്കാൻ വേണ്ടിയാണോ താൻ ഇത്രനേരം കാത്തിരുന്നത്? സാരമില്ല, കാശൊന്നും ചെലവാക്കേണ്ടി വന്നില്ലല്ലോ. ഇതിനു മാത്രമായി എന്റെ സമയം പാഴാക്കേണ്ടിയിരുന്നില്ല, അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ സ്വപ്നം സങ്കീർണമായൊന്നായിരുന്നു എന്ന്. ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഏറ്റവും അസാധാരണമായി തീരുക. ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയൂ. എനിക്കതില്ല. അതുകൊണ്ട് എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട്, കൈരേഖ വായിക്കലും മറ്റും. ശരി, ഞാനെങ്ങനെയാണ് ഈജിപ്തിൽ ചെന്നെത്തുക? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനേ എനിക്കാകൂ. അവയെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ എനിക്കെന്റെ പെൺമക്കൾ തരുന്നതും കഴിച്ച് ഇവിടെ കഴിഞ്ഞുകൂടേണ്ട ഗതി വന്നത്. പക്ഷേ എനിക്ക് ഈജിപ്റ്റ് വരെ ചെന്നെത്താൻ പറ്റിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ എനിക്ക് പ്രതിഫലം തരേണ്ട പ്രശ്നമേ വരുന്നില്ലല്ലോ. കൂലി കിട്ടാത്ത വേല എനിക്ക് പുത്തിരിയുമല്ല. അത്രയും പറഞ്ഞവർ എഴുന്നേറ്റു. വേണ്ടതിലധികം സമയം അവൻ കാരണം വെറുതെ കളഞ്ഞുവെന്ന് പെറുപെറുക്കും കൊണ്ട് അവനു വല്ലാത്ത നിരാശ തോന്നി. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. വെറുതെയൊരു സ്വപ്നത്തിന്റെ അർത്ഥവും തേടി നടക്കുന്ന താൻ എത്ര വിഡ്ഢി. സ്വപ്നങ്ങളിൽ ഇനി ഒരിക്കലും താൻ ഇനി വിശ്വസിക്കുകയില്ലെന്ന് അവൻ നിശ്ചയിച്ചു. ചെയ്തു തീർക്കാനുള്ള 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവന് ഓർമ്മ വന്നു. ആട്ടിൻകൂട്ടത്തെ പട്ടണത്തിന് പുറത്തു താമസിക്കുന്ന ഒരു ചങ്ങാതിയുടെ ആലയിലാക്കി അവൻ അങ്ങാടിയിലേക്ക് നടന്നു. നല്ല ഊണുകഴിച്ചു. വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുത്തു. നല്ല കനമുള്ളത് തന്നെ ഇത്തവണ കയ്യിൽ തടഞ്ഞു. നല്ല ചൂടുള്ള പകൽ. അങ്ങാടിക്കരികെ തന്നെ അല്പം തുറന്നൊരു സ്ഥലത്തൊഴിഞ്ഞൊരു ബെഞ്ചു കണ്ടെത്തി അവൻ ഇരിപ്പുറപ്പിച്ചു. കുറച്ചുനേരം വാങ്ങിവെച്ച പുതിയ വീഞ്ഞുകുട്ടി തുറന്നു. സ്വാദോടെ മെല്ലെ നുണഞ്ഞു കുടിക്കാൻ തുടങ്ങി. അവൻ ആ പട്ടണത്തിൽ പരിചയക്കാരായി ധാരാളം പേരുണ്ടായിരുന്നു. ഈ തൊഴിലിന്റെ ഗുണമാണത്. എന്നും എപ്പോഴും ഒരേ ആളുടെ തന്നെ കൂട്ട് എന്ന മടുപ്പ് വേണ്ട. സെമിനാരിയിൽ വെച്ച് അതായിരുന്നു ശല്യം. എവിടേക്ക് തിരിഞ്ഞാലും കണ്ടുപഴകിയ അതേ മുഖങ്ങൾ. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും അടിമുടി അറിയാം. അന്യന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെ നേരെയാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും വെപ്രാളം. എന്നാൽ സ്വയം നേരെയാകാനോ? അതിനൊട്ടു താൽപ്പര്യമില്ല. തന്റെ ഇഷ്ടത്തിനൊത്ത് ചങ്ങാതിയെ വളച്ചെടുക്കാനാണ് എല്ലാവർക്കും തിടുക്കം. ചൂടൊന്നു കുറയട്ടെ, അതുവരെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, അവൻ തീരുമാനിച്ചു. വെയിലാറിയാൽ ആട്ടിൻകൂടെയുള്ള നടത്തം തുടരാം. ഇനി 3 ദിവസം കൂടിയേ വേണ്ടൂ. അവനാ കച്ചവടക്കാരന്റെ മകളുടെ അടുത്തെത്തുകയായി. കൈയിലിരുന്ന് പുസ്തകം നിവർത്തി അവൻ വായിക്കാൻ തുടങ്ങി. ഒരു ശവമടക്കലിന്റെ വിവരണമാണ് ആദ്യത്തെ പേജിൽ തന്നെ. ഒരുപാട് കഥാപാത്രങ്ങൾ, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകൾ. ഞാനാണെങ്കിൽ ഇങ്ങനെയല്ല പുസ്തകം എഴുതുക, അവൻ വെറുതെ വിചാരിച്ചു. കഥാപാത്രങ്ങളെ ഒരുമിച്ചല്ല, ഓരോരുത്തരെയായേ അവതരിപ്പിക്കൂ. ഒരുപാട് പേരുകൾ ഒരേ സമയം ഓർമ്മിച്ചു വയ്ക്കേണ്ടതിന്റെ ക്ലേശം വായനക്കാരന് നൽകുകയില്ല. വഴിവിട്ടുപോയ ശ്രദ്ധ. അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു. ക്രമേണ അവൻ വായനയിൽ രസം പിടിച്ചു വന്നു. മഞ്ഞുകാലത്തെ നല്ല തണുപ്പുള്ള ഒരു ഉച്ചനേരത്താണ് ശവമടക്കൽ നടക്കുന്നത്. തണുപ്പിനെപ്പറ്റി വായിക്കുമ്പോൾ തന്നെ ഒരു കുളിർമ. അത്രയ്ക്കും ചൂടാണിപ്പോൾ വെയിലിന്. അവനങ്ങനെ വായനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവന്റെ അരികിൽ വന്നിരിപ്പു പിടിച്ചു. ഒരു വർത്തമാനത്തിനുള്ള തരവും പാത്താണ് അയാളുടെ ഇരിപ്പ്. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? പ്ലാസയിലെ ആളുകളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വൃദ്ധൻ ചോദിച്ചു. പണിയെടുക്കുന്നു. പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ബാലൻ മറുപടി പറഞ്ഞു.
വായനയ്ക്ക് ഉപദ്രവമുണ്ടാക്കും വിധം തുടർന്നു സംസാരിക്കണ്ട എന്ന ചെറിയൊരു താക്കീതുമുണ്ടായിരുന്നു ആ സ്വരത്തിൽ. വാസ്തവത്തിൽ അവന്റെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. മനസ്സിലാകെ ആ കച്ചവടക്കാരന്റെ മകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ മുമ്പിൽ വെച്ച് ആടുകളെ ഓരോന്നിനെയായി നീക്കി നിർത്തി കമ്പിളി വെട്ടിക്കൊടുക്കുന്ന കാര്യം അവൻ സങ്കൽപ്പിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവനാണ് താനെന്ന കാര്യം അവൾ മനസ്സിലാക്കണം. അവൻ പലതവണ മനക്കണ്ണിൽ കണ്ടതാണ് ആ രംഗം. ഓരോ തവണയും ആടിന്റെ രോമം മുറിക്കുന്നത് പിന്നിൽ നിന്ന് മുമ്പിലേക്കാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതപരതന്ത്രയാവുന്നത് കാണാൻ രസമായിരുന്നു. പണിക്കിടയിൽ അരികിൽ നിൽക്കുന്ന അവൾക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി രസമുള്ള ചില കഥകളും അവൻ ഓർത്തുവച്ചു. ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയ കഥകളാണ്. എന്നാലും സ്വന്തം അനുഭവമാണെന്ന മട്ടിൽ തന്മയത്വത്തോടുകൂടി പറയണം. വ്യത്യാസമൊന്നും അവൾക്ക് പിടികിട്ടുകയില്ല. അവൾക്ക് വായിക്കാൻ അറിയില്ലല്ലോ. വല്ലാത്ത ദാഹം, എന്തെങ്കിലും കുറച്ച് കുടിക്കാൻ കിട്ടിയെങ്കിൽ. അടുത്തിരുന്ന വൃദ്ധൻ വീണ്ടും തുടങ്ങി. അവന്റെ വീഞ്ഞുകുപ്പിയിലായിരുന്നു അയാളുടെ നോട്ടം. ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന ഭാവത്തിൽ അവനത് അയാൾക്കു നേരെ നീട്ടി. അങ്ങനെയെങ്കിലും അയാളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ. ആ വയസ്സിനുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ അവനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. വായിക്കുന്ന പുസ്തകം, എന്താ ഇതിന്റെ പേർ? ഇതെന്തൊരു സ്വൈരക്കേട്! എന്തെങ്കിലും മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞു മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയിരുന്നാലോ? വേണ്ട വേണ്ട, അത് തെറ്റാവും. തന്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട്, മുതിർന്നവരോട് എപ്പോഴും ആദരവ് കാട്ടണമെന്ന്. അവൻ പുസ്തകം അയാളുടെ മുൻപിലേക്ക് നീട്ടി. അതവന്റെ സൂത്രമായിരുന്നു. മനസ്സിൽ 2 കാര്യം കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഉച്ചരിക്കാൻ വിഷമമുള്ള വികടം പിടിച്ചൊരു പേരായിരുന്നു പുസ്തകത്തിന്. വേണമെങ്കിൽ വയസ്സൻ തന്നെത്താൻ വായിച്ചെടുത്തോട്ടെ. അഥവാ വായിക്കാനറിയില്ലെങ്കിൽ ഒരുപക്ഷെ നാണം തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലോ? രണ്ടായാലും ഗുണം തനിക്ക് തന്നെ. ഒരസാധാരണ വസ്തു എന്നോണം പുസ്തകമാകപ്പാടെ ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി അയാൾ പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെ, പക്ഷെ വലിയ രസമില്ല. അവന് അത്ഭുതം തോന്നി. അല്ല, ഇയാൾക്ക് വായിക്കാനറിയാം. ഈ പുസ്തകം വായിച്ചിട്ടുമുണ്ട്. ഇയാൾ പറയുന്നതുപോലെ പുസ്തകം വിരസമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കണം. സമയം ധാരാളമുണ്ട്. ഇതിൽ പുതിയതെന്ന് പറയാൻ തക്കവണ്ണം ഒന്നുമില്ല. ആരോടില്ലാതെയാണ് അയാളത് പറഞ്ഞത്. സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള മനുഷ്യന്റെ കഴിവുകേട്. എന്നിട്ടോ ഈ പ്രപഞ്ചം വളരെ വലിയൊരു മിഥ്യയാണെന്ന സിദ്ധാന്തവും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ ഏതാണ്? ആശ്ചര്യഭരിതനായ അവൻ ചോദിച്ചു. വഴിയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ മനുഷ്യൻ അവനവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെ ഒക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നെ ഒരു പാദ്രിയാക്കാനാണ് എന്റെ മാതാപിതാക്കൾ ആശിച്ചത്. പക്ഷെ ഒരു ആട്ടിടയനാവാൻ ഞാൻ തീരുമാനിച്ചു. നന്നായി, അല്ലെങ്കിൽ മൂറിശുട്ടാനാണല്ലോ നിനക്ക് താൽപ്പര്യം. വയസ്സിന്റെ വാക്കുകൾ. അവന് വല്ലാത്ത അതിശയം തോന്നി. തന്റെ മനസ്സിലുള്ളത് ഇയാൾ അറിഞ്ഞതെങ്ങനെ? അവൻ സ്വയം പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ ആ പുസ്തകത്തിന്റെ താളുകൾ മറിച്ചു നോക്കുകയായിരുന്നു. അതൊരിക്കലും തിരിച്ചു കൊടുക്കേണ്ടതല്ലാത്തതുപോലെ. അയാളുടെ വളരെ വിചിത്രമായ വസ്ത്രധാരണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഒരു അറബിയെപ്പോലെയിരുന്നു. ആ ഭാഗങ്ങളിൽ അത് അസാധാരണമല്ല. ടെറീഫയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഏതാനും മണിക്കൂർ നേരത്തെ യാത്ര മതി. ഇടുങ്ങിയ കടലിടുക്ക് ബോട്ട് വഴി താണ്ടുകയേ വേണ്ടൂ. ഷോപ്പിംഗ് നടത്തിക്കൊണ്ടും അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ പലവുരു ചൊല്ലിക്കൊണ്ടും അറബികളെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാമായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്? അവൻ അന്വേഷിച്ചു. പലയിടത്തു നിന്നുമെന്ന് പറയാം. വൃദ്ധന്റെ മറുപടി. പലയിടത്തു നിന്നുമായി ഒരാൾക്ക് വരാനൊക്കുകയില്ലല്ലോ. ബാലൻ പറഞ്ഞു. ഞാനൊരാട്ടിടയനാണ്. പലയിടത്തും ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വന്നത് ഒരേയൊരിടത്തു നിന്നു മാത്രമാണ്. ഒരു പൗരാണിക കൊട്ടാരത്തിനടുത്തുള്ള ഒരു നഗരത്തിൽ നിന്ന്. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഓ, അങ്ങനെയാണെങ്കിൽ പറയാം. ഞാൻ ജനിച്ചത് സലേമിലാണ്. സലേം എവിടെയാണെന്ന് അവനു രൂപമില്ലായിരുന്നു. എന്നാലും ചോദിക്കാൻ മുതിർന്നില്ല. തനിക്കിത്രയും കൂടി വിവരമില്ലേ എന്ന് അയാൾക്ക് തോന്നിയാലോ? അവൻ അപ്പുറത്തെ കവലയിലേക്ക് നോട്ടം തിരിച്ചു. ഒരുപാട് ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും തിടുക്കത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോരോ തിരക്ക്. സലേമല്ലേ? സ്ഥലമെങ്ങനെ? കൊള്ളാമോ? വയസ്സിനെക്കുറിച്ച് ഉള്ളിലുയർന്ന ജിജ്ഞാസ അധികനേരം അടക്കി നിർത്താൻ അവനായില്ല. ഓ, അത് എന്നത്തെയുമൊക്കെ പോലെ തന്നെ. ഒരൊഴുക്കൻ മട്ടിൽ അയാൾ മറുപടി പറഞ്ഞു. പക്ഷെ അതവനെ തൃപ്തനാക്കിയില്ല. എവിടെയാണ് ഈ സലീം? ഇങ്ങനെയൊരു പേര് ഇതുവരെ താൻ കേട്ടിട്ടില്ലല്ലോ. ആൻഡലുസിയയിലാകാൻ തരമില്ല. എങ്കിൽ താൻ അറിയാതിരിക്കുമോ?
അവിടെ എന്തെടുക്കുന്നു? ഞാനോ? സലീമിൽ എന്തെടുക്കുന്നുവെന്നോ? നല്ല കഥ. ഞാൻ അവിടുത്തെ രാജാവാണ്. ഇത് നല്ല ഭ്രാന്ത്. അങ്ങനെ അവൻ മനസ്സിൽ പറഞ്ഞതേയുള്ളൂ. ചിലപ്പോൾ ചിലരങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറയും. കേൾക്കുന്നവർക്ക് പിന്നെ ആശയക്കുഴപ്പം. ഇതിലും ഭേദം ആടുകളുടെ കൂട്ടാണ്. ഒന്നും മിണ്ടാതെ നടന്നോളുമല്ലോ. അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങൾ ആവാം. പറ്റിയ ചങ്ങാതിമാർ. പറയുന്ന കഥകൾ വിചിത്രമാകാം. പക്ഷെ കേട്ടേ കഴിയൂ എന്ന ഗതികേടില്ലല്ലോ. വേണ്ടെന്ന് തോന്നിയാൽ പുസ്തകം അടച്ചു മാറ്റിവയ്ക്കുകയല്ലേ വേണ്ടൂ. എന്റെ പേര് മെൽഷിനെഡേക്ക് എന്നാണ്. ആട്ടെ, നിനക്ക് സ്വന്തമായി മൊത്തം എത്ര ആടുകളുണ്ട്? വേണ്ടത്രയുണ്ട്. ഒട്ടു കനത്തിലായിരുന്നു അവന്റെ മറുപടി. ഇയാളെന്താ തന്നെ പരീക്ഷിക്കുകയാണോ? ഓ, അങ്ങനെയാണോ? നിനക്ക് ആവശ്യത്തിനുള്ള ആടുകളുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നിന്നെ സഹായിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. അവന് ദേഷ്യം വന്നു. ഇയാളോട് താൻ സഹായം ഒന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ലല്ലോ. മറിച്ച് ഇയാൾ തന്നെയല്ലേ ദാഹമുണ്ടെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് വീഞ്ഞു വാങ്ങി കുടിച്ചത്. വർത്തമാനം തുടങ്ങിയതും ഇയാൾ തന്നെ. ആ പുസ്തകം തന്നേക്കൂ, എനിക്ക് പോകാനാറായി. അവൻ തന്റെ നീരസം മറച്ചുവെച്ചില്ല. അവിടെ ചെന്ന ആടുകളെയൊക്കെ ഒരുമിച്ചു കൂട്ടണം. അവൻ എഴുന്നേറ്റു. നിന്റെ ആട്ടിൻ പക്കത്തിൽ നിന്ന് 10 ഭാഗം എനിക്ക് തരുമോ? വൃദ്ധൻ ചോദിച്ചു. എന്നാൽ നീ അന്വേഷിക്കുന്ന ആ നിധി എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പെട്ടെന്നവൻ തന്റെ സ്വപ്നം ഓർമ്മിച്ചു. അതോടെ കാര്യത്തിന്റെ കിടപ്പും മനസ്സിലായി. സ്വപ്നത്തിന്റെ ഫലമറിയാൻ താൻ ചെന്ന് കണ്ട ആ ജിപ്സി തള്ളയുടെ ഭർത്താവാകണം ഈ കിഴവൻ. രണ്ടുപേരും ചേർന്നുള്ള ഒരു ഒത്തുകളി, തന്നെ പറ്റിക്കാൻ. ഭാര്യ പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ ഭർത്താവിനെ പിന്നാലെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുതലും പലിശയും കൂടി ഈടാക്കാനാവും ഭാവം. ആട്ടിൻ പക്കത്തിന്റെ 10 പോലും. എന്താ ഒരു മോഹം! പക്ഷെ അവൻ എന്തെങ്കിലും ഒന്ന് പറയാൻ ഇടകിട്ടിയില്ല. അതിനു മുൻപേ താഴെ കിടന്നിരുന്ന ഒരു കോലെടുത്ത് അയാൾ മണലിൽ എന്തോ എഴുതാൻ തുടങ്ങി. മുമ്പോട്ടാഞ്ഞ അയാളുടെ നെഞ്ചിൽ നിന്നൊരു കണ്ണഞ്ചിക്കുന്ന പ്രകാശം. അതെന്താണെന്ന് വ്യക്തമായില്ല. ആ വല്ലാത്ത വെളിച്ചത്തിൽ ഒരു നിമിഷം കണ്ണു കാണാതായി. അതിനിടയിൽ തന്റെ കുപ്പായം 2 കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ച ഒരു ചെറുപ്പക്കാരന്റെ ചടുലതയോടെ അയാൾ അത് മൂടിത്തളഞ്ഞു. മെല്ലെ കണ്ണു തുറന്നവൻ നോക്കി. താഴെ മണലിൽ അയാൾ കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വ്യക്തമായി വായിക്കാം. ഇതെന്തത്ഭുതം! ഇവിടെ അപരിചിതമായ ഈ ചെറിയ പട്ടണത്തിലെ ചന്തത്തെരുവിലെ മണലിൽ അയാൾ എഴുതിയിട്ടിരിക്കുന്നു അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരുകൾ, അവൻ പഠിച്ചിരുന്ന സെമിനാരിയുടെ പേര്, അവന്റെ ഹൃദയം കവർന്ന ആ സുന്ദരി പെണ്ണിന്റെ പേര്, പിന്നെയും ഒരുപിടി കാര്യങ്ങൾ. ആരോടും അവൻ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ. ഞാൻ സലീമിലെ രാജാവാണ്. ആ വൃദ്ധൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങേപ്പോലുള്ള രാജാവ് എന്നെപ്പോലെ വെറും ഒരു ആട്ടിടയനോട് സംസാരിക്കുകയോ? അവന്റെ വാക്കുകളിൽ ആദരവ്, സങ്കോചം. അതിന് കാരണം പലതുമുണ്ട്. ഏറ്റവും പ്രധാനം, നീ സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് തന്നെ. സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യമോ? അതെന്താണ്? അവന്റെ സ്വരത്തിൽ എന്തു പിടികിട്ടായിക ഉണ്ടായിരുന്നു. നീ ഉള്ളിന്റെ ഉള്ളിൽ മോഹിച്ചിരുന്നതെന്തോ അത്. കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും അത് വ്യക്തമായിരിക്കും. വലുതായി തുടങ്ങുമ്പോഴാണ് കുട്ടിക്കാലത്തെ തെളിച്ചമാർന്ന സ്വപ്നങ്ങളും ആശകളും മങ്ങാൻ തുടങ്ങുന്നത്. നിഗൂഢമായ ഏതോ ശക്തിയുടെ വിലക്കുകൾ ഇതൊന്നും സഫലമാകാൻ പോകുന്നില്ല എന്ന ശാസന. കുട്ടികളുടെ മനസ്സിൽ നിറയെ ധൈര്യമുണ്ട്. എന്തും സങ്കൽപ്പിക്കാം, മോഹിക്കാം. അതൊക്കെ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. മുതിർന്നു കഴിയുമ്പോഴോ? വയസ്സൻ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലാക്കാനായില്ല. എന്നാലും അയാൾ സൂചിപ്പിച്ച നിഗൂഢ ശക്തി, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എന്നിട്ട് ആ കച്ചവടക്കാരന്റെ മകളുടെ മുൻപിൽ വെച്ച് കാച്ചണം. എന്തായിരിക്കും അപ്പോൾ അവൾക്ക് തന്നോട് തോന്നുന്ന മതിപ്പ്? ആ ശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായകമായും ഭവിക്കുന്നു. അത് അവന്റെ ഇച്ഛയെ, ബുദ്ധിയെ പാകപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യമെന്താണെന്നോ? ഒരാൾ ആരോ എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിന്റെ വിത്ത് പാകുന്നത്. അതിന്റെ സാഫല്യമാണ് ആ ജീവിതത്തിന്റെ ഉദ്ദേശ്യം. കുറേ യാത്ര ചെയ്യണം, പിന്നെ ആ കച്ചവടക്കാരന്റെ മകളെ വിവാഹം കഴിക്കണം. മോഹങ്ങൾ അത്രയ്ക്കൊക്കെയുള്ളുവെങ്കിലും അതെ, ആ അജ്ഞാതമായ ആ നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതും. അവൻ ചോദിക്കാത്തതിനുകൂടി അയാൾ ഉത്തരം പറഞ്ഞു. മനുഷ്യരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അസൂയകൾ, വിദ്വേഷങ്ങൾ ഒക്കെയും ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവിനെ ബാധിക്കുന്നു. ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സ്വന്തം വിധി കണ്ടെത്തുക, അതുമാത്രമേ നമുക്ക് ചെയ്യാനാവൂ. ഇവിടെയുള്ളതെല്ലാം ഒന്നേ ഒന്ന് മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്ന ഏതാനും നിമിഷങ്ങൾ.
നിരത്തിൽ നടന്നു നീങ്ങുന്ന ആളുകളെയും നോക്കി അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. നീ ഈ ആട്ടിൻപറ്റത്തെ മേച്ചു നടക്കുന്നത് എന്തിനാണ്? മൗനം ഭഞ്ജിച്ചത് വൃദ്ധനായിരുന്നു. കറങ്ങി നടക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ. ദാ, ആ നിൽക്കുന്ന ആൾക്കും കുട്ടിക്കാലത്തെ മോഹം യാത്ര ചെയ്യാനായിരുന്നു. അപ്പുറത്തെ തെരുവിന്റെ ഒരു കോണിൽ സ്വന്തം ബേക്കറിയുടെ ജനലരികിൽ നിന്നിരുന്ന കടക്കാരനെ നേരെ അയാൾ വിരൽ ചൂണ്ടി. പക്ഷെ ഒട്ടും മുതിർന്നു കഴിഞ്ഞപ്പോൾ അയാൾ നിശ്ചയിച്ചു, ആദ്യം ഈ ബേക്കറി കച്ചവടം തുടങ്ങാം, പിന്നെ കുറച്ച് സമ്പാദ്യമൊക്കെയായി സാവധാനമാകാം യാത്ര. വയസ്സായി തിരക്കൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ ആഫ്രിക്കയിലേക്ക് പോകണം. 1 മാസമെങ്കിലും അവിടെ ചെലവഴിക്കണം. അയാളുടെ ഇപ്പോഴത്തെ ആശ അതാണ്. പക്ഷെ അയാൾക്കറിഞ്ഞുകൂടാ, കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും ഉത്കടമായ മോഹം വേണമെന്നു മാത്രം. വെറുതെ യാത്ര ചെയ്യാനാണ് മോഹമുണ്ടായിരുന്നതെങ്കിൽ അയാൾക്കൊരാട്ടിടയനായാൽ മതിയായിരുന്നു, അവൻ പറഞ്ഞു. തുടക്കത്തിൽ അയാൾക്കും അങ്ങനെ തന്നെയായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ ഒരു ബേക്കറിക്കാരന്റെ വില ആട്ടിടയനില്ലല്ലോ. ഇടയന് സ്വന്തമായൊരിടമുണ്ടോ? ആട്ടിൻപറ്റത്തെയും കൊണ്ട് അലഞ്ഞു നടക്കലല്ലേ? ബേക്കറിക്കാരന്റെ സ്ഥിതി അതല്ലല്ലോ. സ്ഥിരമായ സ്വന്തമായ ഒരു പാർപ്പിടം. അങ്ങനെയുള്ളൊരാളുടെ കയ്യിലല്ലേ ഏതച്ഛൻ നമ്മമാരും സ്വന്തം മകളെ ഏൽപ്പിക്കൂ? ആരോ ഒരു മുള്ളെടുത്ത് അവന്റെ മനസ്സിൽ കുത്തിയതുപോലെ പെട്ടെന്നവന് വല്ലാതെ നൊന്തു. അവളുടെ പട്ടണത്തിലും ഇതുപോലൊരു ബേക്കറിക്കാരനുണ്ടായിരിക്കണം. അങ്ങനെ ഓരോരുത്തരും അവനവൻ പറ്റിയതെന്ന് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുക്കുന്നു. അതോടെ സ്വന്തം നിയോഗങ്ങൾ കൈവിട്ടുപോകുന്നു. ബേക്കറിക്കാരൻ, ആട്ടിടയൻ, അവരെപ്പറ്റി പൊതുജനങ്ങൾക്കുള്ള മതിപ്പ്, അഭിപ്രായം, ശ്രദ്ധ മുഴുവൻ ആ വക കാര്യങ്ങൾ പിടിച്ചുപറ്റുന്നു. വൃദ്ധനിടയ്ക്കൊന്ന് നിർത്തി. വീണ്ടും കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം തുറന്ന് താളുകൾ മറിക്കാൻ തുടങ്ങി. ഏതോ ഒരു പേജ് പ്രത്യേകമായി എടുത്ത് നിവർത്തി പിന്നെ വായിക്കുന്നതിലായി ശ്രദ്ധ. കുറച്ചുനേരം അവൻ ക്ഷമയോടെ കാത്തിരുന്നു. തെല്ലും മടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ അങ്ങോട്ട് കയറി ചോദിച്ചു, കുറെ മുമ്പ് അയാളും അതുതന്നെയായിരുന്നല്ലോ ചെയ്തത്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാണ്? നീ സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രമൊക്കെ പറഞ്ഞത്. നീ നിന്റെ ശ്രമം ഇവിടെ വെച്ചേ ഉപേക്ഷിച്ചു വളയുമോ എന്നെനിക്കൊരു ഭയം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ പ്രത്യക്ഷപ്പെടുമോ? എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മറ്റു ചിലപ്പോൾ മറ്റേതെങ്കിലും വിധത്തിലായെന്നും വരാം. ചിലപ്പോൾ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടാകാം. അല്ലെങ്കിൽ പ്രയോജനകരമായ ഒരു യുക്തിയുടെ രൂപത്തിലാകാം. ഇടയ്ക്ക് വഴിയിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുത്തുകൊണ്ടാകാം. ഏതായാലും നിർണായകമായ ഘട്ടങ്ങളിൽ പല വിധത്തിൽ, പല രൂപത്തിൽ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള സാവകാശം മനുഷ്യർക്കില്ലല്ലോ. തലയാഴ്ച ഒരു ഖനനക്കാരന്റെ മുമ്പിൽ ഒരു ഉരുളങ്കല്ലായി താൻ പ്രത്യക്ഷപ്പെട്ട കഥ വൃദ്ധൻ വിവരിച്ചു. എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് ആ ഖനനക്കാരൻ മരതകക്കല്ലുകൾ ഖനനം ചെയ്യാൻ തുടങ്ങിയത്. ഏതോ ഒരു പുഴയോരത്ത്. 5 കൊല്ലം തികച്ചും അയാൾ അധ്വാനിച്ചു. മരതകം കണ്ടെത്താനായി ഓരോ കല്ലും പുറുക്കിയെടുത്ത് പരിശോധിച്ചു. അവസാനം വിജയത്തിന്റെ വക്കത്തെത്തി നിൽക്കവേ അടുത്ത ഒരു കല്ലുകൂടി പരിശോധിച്ചാൽ മതി, അയാളുടെ അതുവരെയുള്ള പരിശ്രമം സഫലമാകും. അതിനുള്ള സാവകാശമുണ്ടായില്ല. അപ്പോഴേക്കും മടുത്തു, നിരാശനായി. തിരച്ചിൽ മതിയാക്കി മടങ്ങിപ്പോകാൻ അയാൾ തീരുമാനിച്ചു. ആ നിമിഷത്തിലാണ് ഈ വയസ്സൻ രംഗപ്രവേശം ചെയ്തത്. പാവം, സഹായിക്കാതെ കഴിയുമോ? സർവവസ്വവും ഉപേക്ഷിച്ച് ഇതുമാത്രമാണ് തന്റെ വഴിയെന്നുറപ്പിച്ച് ഇറങ്ങിത്തിരിച്ച് ഒരുവനെ കൈവിടുന്നതെങ്ങനെ? സ്വയം ഒരു കല്ലായി വയസ്സൻ ആ പാവത്തിന്റെ കാൽച്ചുവടിലേക്ക് ഉരുണ്ടുപിരണ്ടെത്തി. യാതൊരു പ്രയോജനവുമില്ലാതെ 5 കൊല്ലം മുഴുവൻ അധ്വാനിക്കേണ്ടി വന്നതിന്റെ അമർഷം, നിരാശ. അയാൾ ആ കല്ലെടുത്ത് ആഞ്ഞുരേറുകൊടുത്തു. അത് ഈക്കോടെ ചെന്ന് വീണത് മറ്റൊരു കല്ലിൽ. അതോടെ അത് പിളർന്ന് 2 കഷ്ണമായി. അപ്പോഴുണ്ട് അതിനകത്ത് അതിമനോഹരമായൊരു മരതകം. ഇത്രയും ഭംഗിയുള്ളൊരു രത്നം ഇതിനു മുമ്പാരും കണ്ടിരിക്കാനിടയില്ല. മനുഷ്യൻ ജീവിതാരംഭത്തിൽ തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാണ്. പക്ഷേ എന്തുകൊണ്ടോ വളർന്നു വലുതാകുമ്പോഴേക്കും ആ ബോധം അവൻ നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണാവോ ഇങ്ങനെ? വയസ്സന്റെ വാക്കുകൾക്ക് ഒരു പരാതിയുടെ മട്ടുണ്ടായിരുന്നു. അവനു തോന്നി, ഇതാണ് പറ്റിയ സമയം. താൻ കണ്ടെത്താൻ പോകുന്ന നിധിയെക്കുറിച്ച് അയാൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണല്ലോ. അതിനെക്കുറിച്ച് കൂടുതലെന്തെങ്കിലും അയാൾ പറഞ്ഞുതരുമെങ്കിൽ. അവന് തെറ്റിയില്ല. അവന്റെ ചോദ്യത്തിനുത്തരമായി അയാൾ പറഞ്ഞു, മറഞ്ഞുകിടക്കുന്ന നിധി വെളിയിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ജലപ്രവാഹമായിരിക്കും. അതേ പ്രവാഹം തന്നെ അതിനെ മറച്ചും വെച്ചിരിക്കുന്നു. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പക്ഷെ പ്രതിഫലമായി നിന്റെ ആടുകളിൽ 10-1 എനിക്ക് കിട്ടണം. അപ്പോൾ എനിക്കു കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 ഭാഗം. നിധി കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനു മുമ്പേ അത് പങ്കുവയ്ക്കാമെന്ന് വാക്കുകൊടുക്കാൻ തുടങ്ങിയാൽ അവൻ ചെയ്തത് ശരിയായില്ല എന്ന ധ്വനി കലർന്നിരുന്നു ആ വാക്കുകളിൽ. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും തേടിയെടുക്കണമെന്ന ഉത്സാഹം തന്നെ ഇല്ലാതെയാകും. തനിക്കു കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 അംശം
ഒരു ജിപ്സി തള്ളയ്ക്ക് കൊടുത്തേക്കാമെന്ന് താൻ വാക്കുകൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൻ അയാളോട് പറഞ്ഞു. അസ്സലായി. അല്ലെങ്കിലും ഇനി ഒരാളുടെ കയ്യിലുള്ളത് നക്കാൻ അവരെപ്പോലെ സാമർഥ്യം ആർക്കുണ്ട്? ഏതായാലും ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാറ്റിനും അതിൻ്റെതായ ഒരു വിലയുണ്ടെന്ന്. ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല. പ്രകാശത്തിന്റെ പോരാളികൾ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നീണ്ട ഒരു നെടുവീർപ്പോടെ അയാൾ അവനെ പുസ്തകം തിരിച്ചേൽപ്പിച്ചു. നാളെ ഇതേ സമയത്ത് നിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ 10-1 ഭാഗവുമായി ഇവിടെ തന്നെ വന്നു നിൽക്കണം. നീ അന്വേഷിക്കുന്ന നിധിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് പിരിയാം. അവൻ നോക്കി നിൽക്കവേ കവലയിലെ വളവ് തിരിഞ്ഞ് അയാൾ നടന്നു മറഞ്ഞു. അവൻ വീണ്ടും തന്റെ പുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങി. പക്ഷെ മനസ്സ് നിർത്താനായില്ല. ആകപ്പാടെ ഒരു അസ്വസ്ഥത. ആ വയസ്സൻ പറഞ്ഞത് ശരിയല്ലേ? ബേക്കറിയിൽ ചെന്നൊരു റൊട്ടി വാങ്ങി. കിഴവൻ അയാളെപ്പറ്റി പറഞ്ഞതെല്ലാം ബേക്കറിക്കാരനോട് പറഞ്ഞാലോ? വേണ്ട, കാര്യങ്ങൾ അതിന്റെ പാട്ടിനു പോകട്ടെ. താൻ എന്തിനിടപെടണം? ബേക്കറിക്കാരനാണെങ്കിൽ ഇപ്പോഴുള്ള ചിട്ടവട്ടങ്ങളുമായി നല്ലവണ്ണം ഇണങ്ങിയിരിക്കുന്നു. അതിനിടയിൽ താൻ വല്ലതുമൊക്കെ ചെന്നു പറഞ്ഞാൽ അയാൾക്ക് വെപ്രാളമാകും. താനായിട്ട് എന്തിന് അയാളുടെ ഉറക്കം കെടുത്തണം? അവൻ നഗരവീഥികളിലൂടെ വെറുതെ ചുറ്റി നടന്നു. അങ്ങനെ കോട്ടവാതിൽക്കലെത്തി. അതിനരികെ ഒരു ചെറിയ കെട്ടിടം, അതിലൊരു കിളിവാതിൽ. അവിടെ നിന്നാണ് യാത്രക്കാർ ആഫ്രിക്കയിലേക്ക് ടിക്കറ്റ് വാങ്ങുന്നത്. ഈജിപ്തും ആഫ്രിക്കയിലാണെന്ന കാര്യം അവൻ അറിയാമായിരുന്നു. കിളിവാതിലിനപ്പുറത്തിരുന്ന അയാൾ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടത്? ഇന്നൊന്നും വേണ്ട, ഒരുപക്ഷെ നാളെ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നു മാറി നടന്നു. തന്റെ ആടുകളിൽ ഒന്നേ വിറ്റാൽ മതി, കടൽ കടന്ന് അക്കരെ എത്താനുള്ള വക. എന്തോ ആ ചിന്ത അവനിൽ ഉളവാക്കിയത് അകാരണമായൊരു ഭയമായിരുന്നു. ദാ വേറൊരു സ്വപ്നസഞ്ചാരി. കയ്യിലൊരു ചില്ലിക്കാശില്ല, എന്നാലും മോഹം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ. നടന്നകലുന്ന അവനെ നോക്കി ടിക്കറ്റ് വിൽപ്പനക്കാരൻ തന്റെ സഹായിയോടെന്തെല്ലാമോ പറഞ്ഞു ചിരിച്ചു. വെറുതെ ഓരോന്നാലോചിച്ച് കാട് കയറുന്നതെന്തിന്? അവൻ സ്വയം ശ്വാസിച്ചു. തന്നെ കാത്തുകിടക്കുന്നുണ്ടൊരു പറ്റം ആടുകൾ. അവയെ മേയ്ക്കുന്നത് തന്നെയാണ് തനിക്ക് പറ്റിയ തൊഴിൽ. കൊല്ലം 2 കഴിഞ്ഞു ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതിനകം ഈ തൊഴിലിന്റെ അകവും പുറവും കാണാപാഠമായിരിക്കുന്നു. കമ്പിളി വെട്ടാൻ, ചെനയുള്ള ആടുകളെ പോറ്റാൻ, ചാടി വീഴാൻ തക്കം പാർത്തു നടക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കാനൊക്കെ ഇപ്പോൾ നല്ലവണ്ണം ശീലമായിരിക്കുന്നു. ഈ പ്രദേശത്തെ മേച്ചൽപ്പുറങ്ങളും ഒന്നൊഴിയാതെ എല്ലാം നല്ല പരിചയമാണ്. ഓരോ ആടിന്റെയും ന്യായമായ വിലയും തന്റെ നാക്കിൻ തുമ്പിലുണ്ട്. തന്നെ പറ്റിക്കാൻ ഒരാൾക്കുമാവില്ല. അവൻ നടത്തം മതിയാക്കി ചങ്ങാതിയുടെ ആലയിലേക്ക് തിരിഞ്ഞു. നേരെ പോകുന്നതിനു പകരം അല്പമൊന്ന് വളഞ്ഞ വഴിയിലൂടെയാണവൻ പട്ടണത്തിനു പുറത്തേക്ക് നടന്നത്. വഴിയരികിൽ വളരെ പഴക്കമുള്ളൊരു കൊട്ടാരം. നല്ല വലിപ്പമുണ്ട്. അതിന്റെ മുകളിലെത്താൻ കല്ലുപാകിയ ഒരു നടവഴി. പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ലാതെ അവൻ വെറുതെ ആ വഴിയിലൂടെ നടന്നുകയറി. കോട്ടയ്ക്കു ചുറ്റും നല്ല ഉയരമുള്ള കന്മതിലുകൾ. അതിന്റെ മുകളിൽ കയറി നിന്നു നോക്കിയാൽ അകലെ കടലിനക്കലെ ആഫ്രിക്ക. ഈ സ്പെയിൻ മുഴുവൻ ഒരു കാലത്ത് അടക്കിവാണിരുന്ന മൂറുകൾ ആഫ്രിക്കയിൽ നിന്ന് കടൽ കടന്നെത്തിയവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോട്ടമുകളിൽ നിന്ന് നോക്കിയാൽ പട്ടണം മുഴുവൻ വിസ്തരിച്ചു കാണാം. ദൂരെ കവലയിൽ അവനിരുന്നിരുന്ന ബെഞ്ചും ഇവിടെ നിന്ന് നന്നായി കാണാം. അവിടെ ഇരുന്നാണല്ലോ ആ വയസ്സിനുമായി സംസാരിച്ചത്. ഒന്നും വേണ്ടായിരുന്നു. അവൻ പിറുപിറുത്തു. വെറുതെ മനസ്സിനൊരു ശല്യമായി കിഴവന്റെ വാക്കുകൾ. സ്വപ്നം കേട്ട ഫലം പറയുന്ന ജിപ്സി സ്ത്രീയെ അന്വേഷിച്ചാണ് താൻ പട്ടണത്തിന്റെ അകത്തേക്ക് കയറിയത്. എന്നിട്ടോ താൻ ഒരു സാധാരണ ആട്ടിടയൻ മാത്രമാണെന്നറിഞ്ഞപ്പോൾ കിഴവിക്ക് ഒരു പിടികൈക. അതുപോലെ തന്നെ കവലയിൽ കണ്ട കിഴവനും. ഒരിടയനും അവന്റെ ആടുകളും തമ്മിലുള്ള ബന്ധം ഇവരെങ്ങനെ മനസ്സിലാക്കാൻ? തനിക്കാണെങ്കിലോ ആടുകളെ ഓരോന്നിനെയും വേറെ വേറെ തിരിച്ചറിയാം. ഏതിനൊക്കെ മുടന്തുണ്ട്, ഏതിനൊക്കെ ചെനയുണ്ട്, പെറാനുള്ള സമയം ഏതാണ്ടെപ്പോഴായിരിക്കും. അവയുടെ കമ്പിളി വെട്ടാനും അറിയാം, കഴുത്തറക്കാനും അറിയാം. ഈ മിണ്ടാപ്രാണികളെ വിട്ട് താൻ എങ്ങോട്ട് പോകാൻ? പാവങ്ങൾ വലഞ്ഞു പോകില്ലേ? കാറ്റിന് ശക്തിയേറി. ഈ മാതിരി കാറ്റിന് നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേർ ലെവൻഡർ എന്നാണ്. മധ്യതരങ്ങാഴിയുടെ കിഴക്കേ അറ്റത്താണ് ലെവൻഡർ. അവിടെ നിന്ന് ഈ കാറ്റിന്റെ സഹായത്തോടെയാണത്രേ മൂറുകൾ മെഡിറ്ററേനിയന്റെ കിഴക്കേ അറ്റം വരെ എത്തിയത്. ലെവൻഡറിന് പിന്നെയും മൂക്കേറി. അപ്പോഴും അവന്റെ മനസ്സ് അതേ ചിന്തയിൽ തന്നെ ഊഞ്ഞാലാടുകയായിരുന്നു. ഒരു ഭാഗത്ത് തന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്ന ഈ ആട്ടിൻപറ്റം, മറുഭാഗത്ത് മോഹങ്ങളെ പിന്നെയും പിന്നെയും ശക്തിയോടെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ നിധിയെക്കുറിച്ചുള്ള സ്വപ്നവും. ഏതിന്റെ നേർക്കാണ് തിരിയേണ്ടത്? ഇടയിൽ ആ കച്ചവടക്കാരന്റെ സുന്ദരിയായ മകളും. എന്തോ അവളുടെ കാര്യം അത്ര സാരമുള്ളതായി അപ്പോൾ അവന് തോന്നിയില്ല. താനല്ലെങ്കിൽ മറ്റൊരാൾ. ഈ ഒരാളെ മാത്രം ആശ്രയിച്ചിട്ടല്ലല്ലോ അവൾ ജീവിക്കുന്നത്.
ഒരുപക്ഷേ അവൾ തന്നെ ഓർമ്മിക്കുന്നു പോലുമുണ്ടാകില്ല. അവനുവേണ്ടി അവൾ നാളുകൾ എണ്ണി കാത്തിരിക്കുന്നുമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും ഒരേപോലെ തന്നെയാണ്. ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും അവൾക്കൊരു വ്യത്യാസവുമില്ല. ഏതാണ്ട് എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. അവനവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒരാളും അതിൽ മനസ്സിരുത്തുന്നില്ല. എന്നിട്ട് പറയും ഒരു വിശേഷവുമില്ല എന്ന്. അച്ഛനും അമ്മയും പിറന്ന നാടുമൊക്കെ വിട്ടുപോന്നിട്ട് നാളുകൾ എത്രയായി? അവരില്ലാത്തതുകൊണ്ട് തനിക്കോ താനില്ലാത്തതുകൊണ്ട് അവർക്കോ യാതൊരു പ്രയാസവുമില്ല. ഒക്കെ ശീലമായിരിക്കുന്നു. അതുപോലെ തന്നെയാകും ഈ ആടുകളുടെ കാര്യവും. താൻ പുറകിലില്ലെങ്കിലും അവ കഴിഞ്ഞുകൂടും. അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവൻ വീണ്ടും കവലയിലേക്ക് കണ്ണുതിരിച്ചു. കുറെ മുൻപ് അവൻ ആ വൃദ്ധനുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ബെഞ്ചിൽ ഇപ്പോൾ ചെറുപ്പക്കാരായ ഒരു സ്ത്രീയും പുരുഷനുമാണ്. അവർ പ്രേമസല്ലാപത്തിൽ മുഴുകിയിരിക്കുന്നു, പരസ്പരം ചുംബിക്കുന്നു. ആ ബേക്കറിക്കാരന്റെ കാര്യം? അവന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ലെവൻഡർ ആഞ്ഞുവീശി. മുഖത്തടിക്കുന്നതുപോലെ. കാറ്റിനൊപ്പം ഇക്കരെയെത്തിയത് മൂറുകൾ മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്നു മരുഭൂമിയുടെ ഗന്ധം, പർദ്ദ ധരിച്ച അറബി സ്ത്രീകളുടെ ഗന്ധം. പിരമിഡുകളുടെ നാട്ടിലേക്ക് സമ്പന്നമായ ഒരു ഭാവിയം സ്വപ്നം കണ്ടുകൊണ്ട് ഇക്കരെ നിന്ന് കടൽ കടന്നുപോയ നിരവധി നാട്ടുകാരുടെ മോഹങ്ങളുടെയും വിയർപ്പിന്റെയും ഗന്ധം ആ കാറ്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ഈ കാറ്റിനെപ്പോലെ എങ്ങും എപ്പോഴും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുമുണ്ടായിരുന്നുവെങ്കിൽ അവൻ വല്ലാതെ മോഹിച്ചുപോയി. ആരും ഒന്നും പിടിച്ചു നിർത്താനായില്ല. സ്വയം ഒരു തീരുമാനമെടുക്കണം, അത്ര തന്നെ. ഈ ആട്ടിൻകൂട്ടവും പലചരക്ക് കടക്കാരന്റെ മകളും ആന്തലൂസിയയിലെ പുൽമേടുകളും എല്ലാം സ്വന്തം നിയോഗം തേടിയുള്ള യാത്രയിൽ ഓരോ പടവുകൾ മാത്രം. അടുത്ത ദിവസം ഏതാണ്ട് ഉച്ചയോടെ അവൻ വീണ്ടും ആ വൃദ്ധനെ ചെന്നുകണ്ടു. അവന്റെ കൂടെ 6 ആടുകളും ഉണ്ടായിരുന്നു. അത്ഭുതം കേൾക്കണോ? അവൻ കിഴവനോട് പറഞ്ഞു. എന്റെ ആ സ്നേഹിതൻ ആട്ടിടയനാകാൻ മോഹം. എന്റെ ആടുകളെ മുഴുവൻ ഈ 6 എണ്ണം ഒഴികെ അവൻ വിലയ്ക്കു വാങ്ങി. ആശിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുക നല്ല ലക്ഷണമാണെന്നാണ് അവൻ പറയുന്നത്. ശരിതന്നെ, അതെപ്പോഴും അങ്ങനെയാണ്. കാലം അനുകൂലമാണെന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. ഷീട്ട് കളിക്കാനിരുന്നാൽ ആദ്യത്തെ വെട്ടം മിക്കവാറും ജയിക്കും. അതാണ് തുടക്കക്കാരന്റെ ഭാഗ്യം. അതെന്താണ് അങ്ങനെ? ഒരുത്തന് അവന്റേതായ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ശക്തിയുണ്ട്. അതുതന്നെ. ആദ്യ ശ്രമം വിജയിച്ചാൽ രസം പിടിക്കും, പിന്നെ വിട്ടുപോരാൻ മനസ്സ് വരില്ല. അവൻ കൊണ്ടുവന്ന ആടുകളെ അയാൾ ശ്രദ്ധയോടെ പരിശോധിച്ചു. അല്ല, ഇതിലൊന്നിനും ഉടന്തുണ്ടല്ലോ. അത് സാരമാക്കണ്ട, അവൻ സമാധാനിപ്പിച്ചു. കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി ഇതിനാണ്. ഏറ്റവും കൂടുതൽ കമ്പിളി തരുന്നതും ഇതാണ്. ഇനി പറയൂ, ഞാൻ അന്വേഷിക്കുന്ന നിധി എവിടെയാണ്? ഈജിപ്തിൽ പിരമിഡുകളുടെ അടുത്ത്. അവനൊന്ന് ഞെട്ടി. ഇതുതന്നെയാണല്ലോ ആ കിഴവിയും പറഞ്ഞത്. പക്ഷെ അവരതിന് പ്രതിഫലമൊന്നും വാങ്ങുകയുണ്ടായില്ല. നിധി കണ്ടെത്താനായി ചില ലക്ഷണങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഓരോ വഴി നിശ്ചയിച്ചിരിക്കുന്നു. ആ വഴിയിൽ അവിടെയിവിടെ ഓരോ അടയാളങ്ങളും കുറിച്ചിട്ടിട്ടുണ്ടാകും. അതാദ്യം തിരിച്ചറിയണം. പിന്നെ യാത്ര എളുപ്പമാകും. അവൻ എന്തോ ചോദിക്കാൻ നാക്കെടുത്തു. അതിനിടയിൽ ഒരു പൂമ്പാറ്റ വന്ന് അവരുടെ 2 പേരുടെയും ഇടയിൽ പറക്കാൻ തുടങ്ങി. പൂമ്പാറ്റകൾ വരുന്നത് ശുഭലക്ഷണമാണെന്ന് അവന്റെ മുത്തശ്ശൻ പറയുമായിരുന്നു. അതുപോലെ വേറെയും ചിലതുണ്ട്, ശുഭാശുഭങ്ങളുടെ ലക്ഷണങ്ങളായി. ചില ചെടികൾ, പ്രാണികൾ. നിന്റെ മുത്തശ്ശൻ പറയാറുള്ളത് ശരിയാണ്. പൂമ്പാറ്റകൾ നല്ല ശകുനമാണ്. കിഴവന്റെ വാക്കുകൾ അവൻ അത്ഭുതമടക്കാനായില്ല. താൻ വെറുതെ ഓർത്തതേയുള്ളൂ. അതെങ്ങനെ ഇയാൾ മനസ്സിലാക്കി? കിഴവൻ തന്റെ മേലങ്കി മെല്ലെ ഒന്ന് തുറന്നു. രത്നഖചിതമായ കുട്ടിപ്പൊണ്ണിന്റെ ഒരു മാർച്ചട്ട അയാൾ അണിഞ്ഞിരുന്നു. തലേന്നാളത്തെ അനുഭവം അവന് ഓർമ്മ വന്നു. ഇതിന്റെ തിളക്കം കണ്ടിട്ടാകാം തന്റെ കണ്ണഞ്ചിപ്പോയത്. വാസ്തവത്തിൽ ഇയാൾ ഒരു രാജാവ് തന്നെയോ? ആളുകളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാനായി വേഷം മാറി നടക്കുകയാവാം. തന്റെ മാർച്ചട്ടയിൽ നിന്ന് വെളുത്തതും കറുത്തതുമായ 2 കല്ലുകൾ അടർത്തിയെടുത്ത് അയാൾ അവന്റെ നേരെ നീട്ടി. ഈ കല്ലുകളുടെ പേരുകൾ ഓർമ്മ വെച്ചോളൂ. ഇത് യുറീമും മറ്റത് തുമീവും. കിഴവൻ സാവധാനം വിശദീകരിച്ചു. കറുപ്പിന്റെ അർത്ഥം അതേ എന്നും വെള്ളയുടേത് അല്ല എന്നും. വഴിയിൽ കാണുന്ന നിമിത്തങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ നിനക്ക് ഈ കല്ലുകളോട് ചോദിക്കാം. നേർവഴി അവ കാട്ടിത്തരും. പക്ഷെ ഒന്നും മനസ്സിരുത്തണം. വേണം, വേണ്ട, അല്ലെങ്കിൽ അതേ അല്ല എന്നിങ്ങനെ ഒറ്റവാക്കിൽ ഉത്തരം കിട്ടത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂ. എന്തൊക്കെയായാലും ഏറ്റവും ഉചിതം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്നത് തന്നെയാണ്. പിരമിഡുകൾക്കടുത്താണ് നീ തേടുന്ന നിധി കിടക്കുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും 6 ആടുകളെ ഞാൻ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ നീ ആലോചിക്കുന്നത്? പറയാം. എന്തൊക്കെ അറിഞ്ഞിരുന്നാലും ഉറച്ചൊരു തീരുമാനത്തിലെത്താൻ നിനക്ക് പ്രേരണ നൽകിയത് ഞാനാണ്. കല്ലുകൾ 2 സ്വന്തം മടിശ്ലീകയിൽ അവൻ ഭദ്രമായി സൂക്ഷിച്ചു.
ഇനി മുതൽ തനിക്ക് വേണ്ടതെന്തെന്ന് താൻ തന്നെ തീരുമാനിക്കും, അവൻ മനസ്സിലുറപ്പിച്ചു. നോക്ക്, കിഴവൻ അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തി. നിന്റെ എല്ലാ ഇടപാടുകളുടെയും പുറകിലുള്ള ഉദ്ദേശം ഒന്നേയൊന്നു മാത്രമാണ്. വഴിയിൽ കാണുന്ന നിമിത്തങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്യം നേടുമെന്ന് ദൃഢനിശ്ചയവും ഉണ്ടായിരിക്കണം. അല്പനേരം ഏതോ ആലോചനയിൽ മുഴുകി അയാൾ മിണ്ടാതിരുന്നു. പിന്നെ വീണ്ടും പറയാൻ തുടങ്ങി. യാത്ര തുടങ്ങും മുമ്പേ കഥ കൂടി കേൾട്ടോളൂ. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞുവരാൻ. ഏതാണ്ട് 40 നാളോളം അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അകത്തു ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസിവര്യനായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിലക്കുമുണ്ട്. പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ബാനമേള, അതിനപ്പുറത്തൊരു അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യങ്കരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പിവെച്ചിരിക്കുന്നു. ഓരോരുത്തരായി അരികിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാട്ടേണ്ടി വന്നു അവന്റെ തവണയെത്താൻ. അവൻ തന്റെ വരവിന്റെ ഉദ്ദേശം ജ്ഞാനിയെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി: സന്തോഷത്തിന്റെ രഹസ്യമറിയണം അല്ലേ? പക്ഷെ തൽക്കാലം അല്പം തിരക്കുണ്ട്. പോയി എന്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് വരൂ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. ഒരു ചെറിയ സ്പൂണെടുത്ത് അദ്ദേഹം അവന്റെ നേരെ നീട്ടി. അതിൽ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചുകൂട്ടി. പക്ഷേ മനസ്സു മുഴുവൻ ആ സ്പൂണിലായിരുന്നു. എണ്ണ തുളുമ്പിപ്പോവരുതല്ലോ. 2 മണിക്കൂറിനു ശേഷം അവൻ ജ്ഞാനിയിരുന്നിരുന്ന മുറിയിൽ തിരിച്ചെത്തി. ഓ, നീ വന്നോ? അദ്ദേഹം അവന്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്ന് കണ്ടില്ലേ? ഊൺമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ച്ചു കൊണ്ടുവന്നതാണ്. നമ്മുടെ ഉദ്യാനമെങ്ങനെ? തികച്ചും 10 വർഷമെടുത്തു അത് ഈ മട്ടിലാക്കി തീർക്കാൻ. ഗ്രന്ഥപുരയിൽ പോയില്ലേ? എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൽത്താളുകളും. എന്തു പറയണമെന്നറിയാതെ അവൻ പരിങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മനസ്സു മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അതെങ്ങാൻ തുളുമ്പിപ്പോയാലോ? അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ചു കണ്ടിട്ടു വരൂ. ഇതാണെന്റെ ലോകം. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിനു മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ചു തന്നെ അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ. എന്തുമാത്രം സൗന്ദര്യബോധത്തോടുകൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കുന്നത്! ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകൾ എല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണയെവിടെ? ജ്ഞാനിയുടെ ചോദ്യം. അപ്പോഴാണവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യം. നീ പഠിച്ചിരിക്കേണ്ടതായ ഒരു പാഠമേയുള്ളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധന്റെ പ്രൗഢഗംഭീരമായ സ്വരം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാടുചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ, അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിന്മേൽ തന്നെ ഉണ്ടാകണം. വയസ്സൻ ഏതാനും നിമിഷം അവന്റെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു. അതിനുശേഷം കൈകൾ ഉയർത്തി അവന്റെ തലയ്ക്കുമീതെ എന്തൊക്കെയോ വിചിത്രമായ മുദ്രകൾ കാട്ടി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ കൊടുത്ത 6 ആടുകളെയും കൊണ്ട് ആ വൃദ്ധൻ സ്ഥലം വിട്ടു. തറീഫയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് പണ്ട് മൂറുകൾ പണിതുയർത്തിയ വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടമതിലിനു മുകളിലിരുന്നു നോക്കിയാൽ അകലെ ആഫ്രിക്കയുടെ തീരങ്ങൾ കാണാം. സലേമിലെ രാജാവായ മെൽഷിയക് അവിടെ കയറിയിരുന്നു. നേരം ഉച്ച തിരിഞ്ഞിരുന്നു. അക്കരെ നിന്ന് ലെവൻഡർ വീശാൻ തുടങ്ങി. ആടുകൾക്കാകെപ്പാടെയൊരു വല്ലായ്മ. പുതിയ ഇടയനുമായി അവ ഇനിയും ഇണങ്ങിയിട്ടില്ല. പെട്ടെന്നുണ്ടായ മാറ്റം, അതുളവാക്കിയ വെപ്രാളം. പുല്ലും വെള്ളവും ധാരാളമായുള്ളൊരിടത്ത് എത്തിപ്പെടാനായിരുന്നു അവയ്ക്ക് തിടുക്കം. അകലെ തുറമുഖത്തുനിന്ന് ഒരു കപ്പൽ പുറംകടലിലേക്ക് നീങ്ങുന്നത് മെൽഷിയക് ശ്രദ്ധിച്ചു. ഇനിയൊരിക്കലും താനാ ചെറുപ്പച്ചാരനെ കാണുകയുണ്ടാവില്ല.
അതാണല്ലോ തന്റെ ജോലിയുടെ രീതി. ഇതുപോലെ തന്നെയായിരുന്നു ആ അബ്രഹാമും. തന്റെ 10 ഫീസ് തന്നിട്ട് പോയതാണ്. പിന്നീടൊരിക്കലും അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ദൈവങ്ങൾക്ക് അവരവരുടേതായ നിയോഗങ്ങളില്ല. അതുകൊണ്ടുതന്നെ അവർക്ക് യാതൊരു വക ആഗ്രഹങ്ങളുമില്ല. പക്ഷേ മനുഷ്യന്റെ സ്ഥിതി അതല്ലല്ലോ. ആ യുവാവ് അവന്റേതായ ലക്ഷ്യം നേടിയെങ്കിൽ അവന്റെ ദൗത്യം വിജയിക്കണമേ എന്ന് അയാൾ ആത്മാർത്ഥമായി ആശിച്ചു. എന്തായാലും അവൻ തന്നെ ഓർക്കാൻ പോകുന്നില്ല. തന്റെ പേര് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. ആരോടെങ്കിലും തന്നെപ്പറ്റി എന്തെങ്കിലും പറയേണ്ടി വന്നാൽ എന്താണവൻ പറയുക? സലേമിലെ രാജാവായ മെൽഷിയഡേക്ക് എന്ന് പറയുവാൻ അവൻ ഓർമ്മയുണ്ടാകുമോ? അദ്ദേഹം മാനത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. മനസ്സിൽ നേരിയ ജാളിർത്ത. എനിക്കറിയാം, ഇതെന്റെ അഹന്തയാണെന്ന് അയാൾ തന്നെത്താൻ പറഞ്ഞു. എന്നാലും ഈ കിഴവൻ രാജാവിന്റെ ഞാൻ എന്ന ഭാവം, ഈശ്വര, അങ്ങ് പൊറുക്കണേ. ആഫ്രിക്ക എത്ര വിചിത്രമാണ്! ആ ബാലൻ ചുറ്റും നോക്കി അത്ഭുതപ്പെട്ടു. ഒരു ഭക്ഷണശാലയിലാണ് അവൻ ഇരുന്നിരുന്നത്. ഇതുപോലെയുള്ള കടകൾ ടാഞ്ചിയറിലെ ഇടുങ്ങിയ തെരുവുകളിൽ പലയിടങ്ങളിലും അവൻ കണ്ടിരുന്നു. അവൻ തിരിഞ്ഞുനോക്കി. കുറെ പേർ ചുറ്റും കൂടിയിരുന്ന് വലിയൊരു ഹുക്ക വലിക്കുന്നു. തെരുവിൽ നല്ല തിരക്ക്. കൈകോർത്തു നടക്കുന്ന പുരുഷന്മാർ, പർദ്ദയിട്ട സ്ത്രീകൾ. പള്ളിഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥന ഉരുവിടുന്ന മുക്രികൾ. അത് കേൾക്കുമ്പോഴേക്കും നിന്നിടത്തു തന്നെ മുട്ടുകുത്തി നമസ്കരിക്കുന്ന വിശ്വാസികൾ. അവിശ്വാസികളുടെ സമ്പ്രദായങ്ങൾ അവൻ തന്നോട് തന്നെ പറഞ്ഞു. കുട്ടിക്കാലത്ത് നാട്ടിലെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എപ്പോഴും അവൻ നോക്കി നിൽക്കുമായിരുന്നു സാന്റിയാഗോ മാറ്റോമാ റോസ് എന്ന പുണ്യവാളന്റെ പ്രതിമ. വലിയൊരു വെള്ള കുതിരപ്പുറത്ത് ഉറയിൽ നിന്നൂരിയ വാളും കയ്യിലോങ്ങി. ഇവരെപ്പോലെ കുറേ രൂപങ്ങൾ ആ കാൽച്ചുവട്ടിൽ. അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പരിചയമില്ലാത്ത നാട്ടിൽ താൻ ഒറ്റയ്ക്ക്, ഒരാളും തുണയില്ലാതെ. ചുറ്റുമിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അകാരണമായൊരു ഭയം. അവരുടെ കണ്ണുകളിൽ ഒളിഞ്ഞുകിടക്കുന്നൊരു ശത്രുത. അപ്പോഴാണ് അവൻ ഓർത്തത്, യാത്രയുടെ തിരക്കിലും ഉത്സാഹത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ പാടെ മറന്നുപോയിരുന്നു. ഇവരുടെ ഭാഷ, അറബി തനിക്ക് തീരെ വശമില്ലല്ലോ. അതറിയാതെ യാത്ര തുടരുന്നതെങ്ങനെ? നിധി തേടിപ്പിടിക്കുന്നതെങ്ങനെ? ഇവിടെ എന്താ വേണ്ടത്? കടയുടെ ഉടമസ്ഥൻ അവന്റെ അടുത്തു വന്ന് അന്വേഷിച്ചു. അവന് വേണ്ടിയിരുന്നത് കുറച്ച് വീഞ്ഞായിരുന്നു. അത് പറയാൻ അറിയാത്തതുകൊണ്ട് അവൻ അടുത്ത മേശയിലേക്ക് വിരൽ ചൂണ്ടി. അവർ കുടിക്കുന്നത് തന്നെ എന്ന മട്ടിൽ. കടക്കാരൻ ഒരു കോപ്പ നിറച്ച് എന്തോ ഒന്ന് അവന്റെ മുൻപിൽ കൊണ്ടുവച്ചു. അവൻ അതെടുത്ത് ഒന്ന് നുണഞ്ഞു നോക്കി. ഒരു തരം ചവർപ്പുക ചായ. അവനത് തീരെ പിടിച്ചില്ല. അവന് വേണ്ടത് വീഞ്ഞായിരുന്നു. തീട്ടയും കുടിയുമല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നിധി കണ്ടെത്തുകയല്ലേ. അതിനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. അവൻ സ്വയം പറഞ്ഞു മനസ്സിലാക്കി. ഏതായാലും ആടുകളിൽ വിറ്റുകിട്ടിയ പണം കയ്യിലുണ്ട്. കുറെ സമാധാനം. കയ്യിൽ കാശുണ്ടെങ്കിൽ കൂട്ടിന് ആളെ കിട്ടാനാണോ പ്രയാസം? വഴികാട്ടിയായി ആരെയെങ്കിലും കിട്ടാതിരിക്കില്ല. താമസിയാതെ പിരമിഡുകളുടെ അടുത്തു ചെന്നു പറ്റാം. തിളങ്ങുന്ന സ്വർണ്ണ മാർച്ചട്ടയണിഞ്ഞ ആ വയസ്സിന്റെ വാക്കുകൾ വെറുതെയാവില്ല. വെറും 6 ആടുകൾക്കു വേണ്ടി അയാൾ തന്നെ പറഞ്ഞു പറ്റിക്കുമോ? ശകുനങ്ങളെയും ലക്ഷണങ്ങളെയും പറ്റി ആ വൃദ്ധൻ പറഞ്ഞത് ഇക്കരിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു. ശകുനങ്ങളെക്കുറിച്ചായി അവന്റെ ചിന്ത. ഒരു വിവരവുമില്ലാതെ ഒരാൾ അങ്ങനെയൊക്കെ പറയുമോ? ഇങ്ങനെ ചിലതൊക്കെ തനിക്കും അറിയാവുന്നതാണല്ലോ. ആൻഡലൂസിയയിൽ ആട് മേച്ചു നടക്കുന്നതിനിടയിൽ ഇങ്ങനെ എന്തെല്ലാം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചിലയിനം പക്ഷികളെ കണ്ടാൽ ഉടനെ മനസ്സിലാക്കാം വഴിയിലെവിടെയോ പാമ്പുകളുടെ മാളമുണ്ടെന്ന്. പാതവക്കിൽ വളരുന്ന ഒരു പ്രത്യേകതരം ചെടി സൂചിപ്പിക്കുന്നത് ആ പ്രദേശത്ത് വെള്ളമുണ്ടെന്നാണ്. ആടുകൾ അതെല്ലാം അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിണ്ടാപ്രാണികളായ ആടുകളെ നേർവഴിക്ക് നയിക്കുന്ന ദൈവം മനുഷ്യന്റെ കാര്യത്തിൽ ഉപേക്ഷ കാണിക്കുമോ? എന്തോ അതോർത്തപ്പോൾ അവന്റെ മനസ്സിന് ഒരു ലാഘവം. ചായയുടെ ചവർപ്പ് ഒട്ടൊന്നു കുറഞ്ഞതുപോലെ. ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്പാനിഷ് ഭാഷയിലായിരുന്നു അവന്റെ നേർക്കുള്ള ചോദ്യം. അവന് സമാധാനമായി. ലക്ഷണം കൊള്ളാം. തന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടുകിട്ടിയല്ലോ. അല്ല, നിങ്ങളെങ്ങനെ സ്പാനിഷ് ഭാഷ വശമാക്കി? അവന്റെ ഉത്തരം അങ്ങനെ ഒരു മറുചോദ്യമായിരുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഈ പ്രദേശത്ത് ഒരുമാതിരി എല്ലാവരും സ്പാനിഷ് സംസാരിക്കും. ഇവിടെ നിന്ന് 2 മണിക്കൂറിന്റെ ദൂരമല്ലേ ഉള്ളൂ സ്പെയിനിലേക്ക്. നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. അവൻ അയാളെ ക്ഷണിച്ചു. നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? എനിക്കൽപ്പം വീഞ്ഞു കിട്ടിയാൽ കൊള്ളാമായിരുന്നു. എന്തോ
ഈ ചായ എനിക്ക് തീരെ പിടിക്കുന്നില്ല. അയ്യോ, ഇവിടെ വീഞ്ഞു കിട്ടില്ല. അത് ഞങ്ങളുടെ മതാചാരങ്ങൾക്കു വിരുദ്ധമാണ്. പുതിയതായി പരിചയപ്പെട്ട നാട്ടുകാരൻ അവന് പറഞ്ഞുകൊടുത്തു. പുതിയതായി പരിചയപ്പെട്ട നാട്ടുകാരനോട് അവൻ തന്റെ യാത്രയുടെ ഉദ്ദേശം വിവരിച്ചു. പിരമിഡുകൾ കാണണമെന്ന മോഹം മാത്രമേ അവൻ വെളിപ്പെടുത്തിയുള്ളൂ. നിധിയുടെ കാര്യം മനഃപൂർവ്വം മറഞ്ഞുവെച്ചു. അത് പറഞ്ഞാൽ ഇയാളും കിട്ടുന്നതിന്റെ ഒരു ഓഹരിക്ക് കൈനീട്ടിയാലോ? നേരത്തെ കണ്ട കിഴവന്റെ വാക്കുകൾ അവൻ മറന്നിരുന്നു. കൈവശമില്ലാത്ത വസ്തു പങ്കുവയ്ക്കാൻ മുതിരുന്നത് ശുദ്ധവിഡ്ഢിത്തമാണെന്ന്. എന്നെ അവിടം വരെ എത്തിക്കുമോ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം, അവൻ പറഞ്ഞു. എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? സഹാറ മരുഭൂമി മുഴുവൻ കടന്ന് അപ്പുറത്തെത്തണം. പണച്ചിലവുള്ള കാര്യമാണ്. അതിന് തക്കവണ്ണം കയ്യിലുണ്ടോ? അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച് കടയുടമസ്ഥനും അരികിൽ തന്നെ നിന്നിരുന്നു. ഇതെന്തൊരു ശല്യം എന്നവന് മനസ്സിൽ തോന്നി. ആശിച്ചതുപോലെ ഒരു വഴികാട്ടിയെ കണ്ടെത്തിയല്ലോ എന്ന് ആശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ വല്ല ഇടങ്കോനും ഇടാൻ ഭാവമുണ്ടോ? പക്ഷെ അതേസമയം തന്റെ കൈവശമുള്ള പണത്തെക്കുറിച്ചുള്ള ആ ചെറുപ്പക്കാരന്റെ ചോദ്യം, അതിലെന്തോ പന്തികേടില്ലേ? എന്നാലും അവനു വേവലാതി തോന്നിയില്ല. വയസ്സൻ രാജാവിന്റെ വാക്കുകൾ തന്നെയാണ് അപ്പോഴും അവൻ ഓർമ്മ വന്നത്. പൂർണ്ണ മനസ്സോടെ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ ആ കാര്യസിദ്ധിക്കായി പിന്തുണ നൽകും. അവൻ മടിശീല തുറന്ന് ആ ചെറുപ്പക്കാരനെ കാണിച്ചു. കണ്ടുനിന്ന കടക്കാരന് അരിശം. അയാളുമായി യുവാവും തമ്മിൽ ചെറിയൊരു വാക്കേറ്റം. കാര്യമെന്താണെന്ന് അവൻ പിടികിട്ടിയില്ല. അറബി ഭാഷയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. നമുക്ക് വേഗം പോകാം, ഇവിടെ നിന്നാൽ ശരിയാവില്ല, പുറത്തുപോകാൻ അയാൾ പറയുന്നു. ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, ഒപ്പം അവനും. ചായ കുടിച്ചതിന്റെ പണം കൊടുക്കാൻ അവൻ മുതലാളിയുടെ മുമ്പിൽ ചെന്നു നിന്നു. അപ്പോൾ അവനോടും അയാൾ ദേഷ്യപ്പെട്ടു. ഉച്ചത്തിൽ എന്തൊക്കെയോ അയാൾ അവനോട് പറഞ്ഞു. തന്റെ നേരെ കയറുകയാണെന്ന് മാത്രം അവന് മനസ്സിലായി. അവനും മോശക്കാരനായിരുന്നില്ല, തിരിച്ചു പറയാൻ അറിയായികയുമല്ല. എന്നാലും ഒരു ശങ്ക. അന്യനാട്, താനാണെങ്കിൽ ഒറ്റയ്ക്കും. അപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ വന്ന് രണ്ടുപേരെയും മാറ്റി നിർത്തി. നിന്റെ മുതൽ മുഴുവൻ കൈക്കലാക്കാനുള്ള സൂത്രമാണ്. ഒറ്റയൊന്നത്തിനെ വിശ്വസിച്ചുകൂടാ. അല്ലെങ്കിലും ടാഞ്ചിയർ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങൾ പോലെയല്ല. തുറമുഖമല്ലേ? കള്ളന്മാരാണ് നിറച്ചും. അയാൾ അവന് മുന്നറിയിപ്പ് കൊടുത്തു. അവന് തന്റെ പുതിയ പരിചയക്കാരനിലുള്ള വിശ്വാസം വർദ്ധിച്ചു. വലിയൊരു കെണിയിൽ നിന്ന് അയാൾ തന്നെ രക്ഷിച്ചല്ലോ. പിന്നെ അവൻ സംശയിച്ചില്ല. മടിശീല തുറന്ന് പണമെണ്ണി കൂട്ടുകാരനെ ഏൽപ്പിച്ചു. അവനതി വാങ്ങി എണ്ണി നോക്കി. നമുക്ക് നാളെ തന്നെ പുറപ്പെടാം, പണം കയ്യിലെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. അതിനു മുമ്പ് 2 നല്ല ഒട്ടകങ്ങളെ വാങ്ങിക്കണം. രണ്ടുപേരും കൂടി അങ്ങാടിയിലേക്ക് നടന്നു. ഇടുങ്ങിയ തെരുവുകൾ, കൊച്ചു കൊച്ചു കടകൾ, എന്തെല്ലാം സാമാനങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. നല്ല ആൾക്കൂട്ടവുമുണ്ട്. വിൽക്കലും വാങ്ങലും വിലപേശലും ബഹളം തന്നെ. എന്നാലും നോക്കി നിൽക്കാൻ രസം തോന്നി. ഒരിടത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പച്ചക്കറികളാണ്. അതിന്റെ കൂട്ടത്തിൽ കഠാരകളും. അപ്പുറത്തെ കടയിൽ നല്ല നല്ല പരവതാനികൾ, ഒപ്പം പുകയിലയും. കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴും അവൻ ചങ്ങാതിയുടെ മേൽ തന്നെ കണ്ണുറപ്പിച്ചിരുന്നു. തന്റെ പണം മുഴുവൻ ഇപ്പോൾ അയാളുടെ കൈവശമാണ്. വല്ലാത്ത വിഡിത്തമായി. തിരിച്ചു ചോദിച്ചാലോ? അത് മോശമാകും. താൻ വിശ്വാസക്കുറവ് കാണിക്കുന്നു എന്നല്ലേ അയാൾ വിചാരിക്കുക? യാതൊരു പരിചയവുമില്ലാത്ത നാടും നാട്ടുകാരും. ആർക്കറിയാം ഇവിടത്തെ സമ്പ്രദായങ്ങൾ? ഒന്നും വേണ്ട, നല്ലവണ്ണം കരുതി നടന്നാൽ മതി. മേക്കരത്തിന്റെ കാര്യത്തിൽ അവന് തന്നോടൊപ്പം നിൽക്കാനാവില്ല. അപ്പോഴാണ് അവന്റെ കണ്ണിലൊരു വാള് വന്നു പെട്ടത്. എന്തൊരു ഭംഗി! ഇതുവരെ കാണാത്ത തരം വാളുറ, വെള്ളികൊണ്ടാണ്. കറുത്ത പിടിയിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. അവന് വല്ലാത്ത മോഹം തോന്നി. മടക്കത്തിലാകട്ടെ ഇതുപോലൊന്ന് വാങ്ങണം. ഇതിനെന്തു വില വരുമെന്നൊന്ന് ചോദിക്കൂ, പുറകിൽ നിന്ന് കൂട്ടുകാരനോട് അവൻ ആവശ്യപ്പെട്ടു. പിന്നിൽ നിന്ന് ആരുമൊന്നും പറഞ്ഞില്ല. തിരിഞ്ഞു നോക്കാതെ തന്നെ അവന് കാര്യം മനസ്സിലായി. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധ കൈവിട്ടുപോയ ഏതാനും നിമിഷങ്ങൾക്കിടയിൽ എപ്പോഴോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ എന്തോ ഒരു ഭയം. ഏതാനും നിമിഷം കൂടി ആ വാളിന്റെ ഭംഗി നോക്കിക്കൊണ്ട് അവൻ നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് പിന്നോക്കം തിരിഞ്ഞു. ചുറ്റും പരന്നുകിടക്കുന്ന കടകമ്പോളങ്ങൾ, 1000 പേരുടെ ഒച്ചയും വിളികളും, പലതരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളുടെ സുഗന്ധം. പക്ഷേ തന്റെ കൂട്ടുകാരൻ? അയാളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അവൻ അവിടെ തന്നെ കുറച്ചുനേരം കൂടി കാത്തുനിന്നു.
അയാൾ തൽക്കാലത്തേക്കെങ്ങോ മാറിപ്പോയതായിരിക്കും. താമസിയാതെ തന്നെ തേടി തിരിച്ചെത്തും. ഒരു മുക്രി അരികിലുള്ള പള്ളിയുടെ ഗോപുരത്തിലേക്കു കയറി. അയാൾ ഉറക്കെ ആ നേരത്തെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അങ്ങാടിയിലുണ്ടായിരുന്ന ജനക്കൂട്ടമാകെ നിന്നെടുത്ത് തന്നെ മുട്ടുകുത്തി നെറ്റി നിലത്തു മുട്ടിച്ച് പ്രാർത്ഥന ഏറ്റുപറഞ്ഞു. പിന്നെ താമസമുണ്ടായിരുന്നില്ല. കച്ചവടക്കാരെല്ലാം അന്നത്തെ ഇടപാടുകൾ അവസാനിപ്പിച്ച് ഭാണ്ഡവും മുറുക്കി സ്ഥലം വിട്ടു. പകൽ മറയുകയായിരുന്നു. അകലെ വെള്ളപൂശ്യ മതിലുകൾക്കപ്പുറം സൂര്യൻ അസ്തമിക്കുന്നത് അവൻ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ വിഷാദത്തിന്റെ ഉറപൊട്ടി. അന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ അക്കരെയായിരുന്നു. മറ്റൊരു ഭൂഖണ്ഡം. തന്റെ 60 ആടുകളെയും മേച്ച് പലചരക്ക് കടക്കാരന്റെ മകളെക്കുറിച്ചുള്ള പകൽക്കിനാവുകളിൽ മുഴുകി ആ മേച്ചിൽപ്പുറങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ തന്റെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് അവൻ വ്യക്തമായ സങ്കല്പങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴോ ഒരു പകൽ ഒടുങ്ങുമ്പോഴേക്കും സ്ഥിതി ആകെ മാറിക്കഴിഞ്ഞു. അപരിചിതമായ നാട്, അറിയാത്ത ഭാഷ. ഇനി മുതൽ താൻ ഇടയനുമല്ല, കയ്യിൽ ചില്ലിക്കാശില്ല. സ്വന്തം നാട്ടിൽ തിരിച്ചുപോയി വീണ്ടും പഴയതുപോലെ തുടങ്ങാമെന്ന് വെച്ചാൽ അതിനും മാർഗമില്ല. ഒരേ ഒരു ദിവസത്തെ ഉദയാസ്തമനങ്ങൾക്കിടയിൽ എന്തൊക്കെ നടന്നു! തന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ എത്ര ദയനീയമായി മാറിപ്പോയി. അവന് സങ്കടം സഹിക്കാനായില്ല. ലജ്ജയും തോന്നി. പൊട്ടിപ്പൊട്ടി വന്ന കരച്ചിൽ. ആടുകളുടെ മുമ്പിൽ വെച്ചിട്ടൊരിക്കലും കരഞ്ഞിട്ടില്ല. ഇവിടെ ആളൊഴിഞ്ഞ ഈ അങ്ങാടിയിൽ, നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ അകലെ, ഈശ്വരൻ തന്റെ നേരെ ഇങ്ങനെ ഒരു അന്യായം കാണിച്ചതെന്തേ? താൻ ചെയ്ത കുറ്റമെന്തായിരിക്കും? സ്വന്തം സ്വപ്നങ്ങളെ വിശ്വസിച്ചിറങ്ങി പോന്നതോ? അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. ആടുമേച്ചു നടന്നിരുന്ന കാലം താൻ എത്ര സന്തുഷ്ടനായിരുന്നു! തന്നെ കാണുക മറ്റുള്ളവർക്കും സന്തോഷമായിരുന്നു. എല്ലാവരും കൈനീട്ടി തന്നെ സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു. ഇന്നോ താനൊരൊറ്റയാൻ. മനസ്സു നിറയെ അതൃപ്തിയും നിരാശയും. തന്നോട് ഇനി ഒരാൾ കാട്ടിയ വഞ്ചന ഇനി ആരെയെങ്കിലും തനിക്ക് വിശ്വസിക്കാനാകുമോ? താൻ അന്വേഷിച്ചിറങ്ങിയത് കണ്ടെത്താൻ തനിക്കായില്ല. സ്വന്തം സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിച്ചവരുടെയൊക്കെ നേർക്ക് ഇനി തനിക്ക് അസൂയയല്ലാതെ എന്തു തോന്നാൻ? കയ്യിലുള്ളതെല്ലാം കളഞ്ഞുകുളിച്ചു. ഇനി എന്നെങ്കിലും തനിക്ക് പഴയപോലെ ഉദാരനാകാൻ പറ്റുമോ? വല്ലതും കയ്യിൽ തടഞ്ഞാൽ തന്നെ അതു മുറുകെ പിടിച്ചിരിക്കുകയേ ഉള്ളൂ. വീണ്ടും നഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്ന പേടി, ഇനിയും ആരെങ്കിലും കബളിപ്പിച്ചാലോ എന്ന ശങ്ക. താൻ എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ട തികഞ്ഞ സ്വാർത്ഥനാകും. അവൻ സ്വയം വിശകലനം ചെയ്തു. ഇനി എന്തെങ്കിലും കയ്യിൽ ബാക്കിയുണ്ടോ? അവൻ തന്റെ സഞ്ചി തുറന്നു നോക്കി. കപ്പലിൽ കഴിക്കാൻ കിട്ടിയ റൊട്ടിക്കഷ്ണത്തിന്റെ ബാക്കി വല്ലതും. പക്ഷേ കണ്ണിൽപ്പെട്ടത് വായിക്കാൻ വാങ്ങിയ പുസ്തകവും ഒരു കമ്പിളിക്കുപ്പായവും മാത്രം. അല്ല, അതിനടിയിൽ കണ്ടു അക്കരെ കണ്ട വൃദ്ധൻ കൊടുത്ത തിളങ്ങുന്ന ആ 2 കല്ലുകൾ. അത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ മനസ്സൊന്ന് തണുത്തു. ആ വയസ്സൻ സ്വന്തം മാർച്ചട്ടയിൽ നിന്നും അടർത്തിയെടുത്തു കൊടുത്ത കല്ലുകൾ. പകരമായി അവൻ കൊടുത്തതോ 6 ആടുകളും. ഈ കല്ലുകൾ വിറ്റ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിയാലോ? ഇനി തനിക്ക് അബദ്ധം പറ്റുകയില്ല. നല്ലൊരു പാഠം പഠിച്ചു കഴിഞ്ഞതല്ലേ? കല്ലുകൾ 2 സഞ്ചിയിൽ നിന്നുമെടുത്ത് അവൻ കുപ്പായ കീശയിലിട്ടു. തുറമുഖമാണ്, കള്ളന്മാരുടെ കേന്ദ്രം. അങ്ങനെ ഒരേയൊരു സത്യമേ അയാൾ പറയുകയുണ്ടായുള്ളൂ. കഷ്ടം, ആ ചായക്കടക്കാരൻ തനിക്ക് മുന്നറിയിപ്പ് തരുകയായിരുന്നു കൂടെ കൂടിയവൻ ചതിയനാണെന്നോ. അതു മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ നേരത്ത് തനിക്കുണ്ടായില്ല. അയാൾ അനാവശ്യമായി തന്നോട് തട്ടിക്കയറുകയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും അതാണ് ജനസ്വഭാവം. സ്വന്തം മോഹങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ഒരുവൻ ഓരോ സംഭവത്തെയും നോക്കിക്കാണുക. വസ്തുതകളുടെ യാഥാർത്ഥ്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ അറിയാതെ പോകുന്നു. അവൻ പിന്നെയും ആ കല്ലുകൾ 2 കയ്യിലെടുത്തു. എന്താണ് ഏതാണെന്നറിയാൻ അവൻ വിരലുകൾ കൊണ്ട് അവ തടവി നോക്കി. അങ്ങനെ ആ കല്ലുകൾ തിരിപ്പിടിച്ചുകൊണ്ട് നിൽക്കവേ പെട്ടെന്നവൻ ആ വയസ്സിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. ഒരാൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാൻ ഈ ലോകം മുഴുവൻ അവന്റെ സഹായത്തിന് എത്തും. എന്താണതിന്റെ അർത്ഥം? അവന്റെ മനസ്സ് പലവുരു ആ വാക്കുകൾ ആവർത്തിച്ചു. അന്യനാട്ടിൽ തിരക്കൊഴിഞ്ഞ ഈ അങ്ങാടിയിൽ ഒരാളും കൂട്ടിനില്ലാതെ, കയ്യിലാണെങ്കിൽ ഒരൊറ്റ കാശുമില്ല, ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കാൻ വേണ്ടി ആട്ടിൻമറ്റവുമില്ല.
കഷ്ടം, തന്റെ ഗതി ഇതായല്ലോ. എന്നാലും ഈ കല്ലുകൾ കൈവശമുണ്ടല്ലോ. തന്റെ കഴിഞ്ഞ കാലം മുഴുവൻ അറിയാവുന്ന ആ രാജാവിനെ കണ്ടുമുട്ടി എന്നുള്ളതിനുള്ള തെളിവ്. യുറീമും തുമീമും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിലെത്താൻ അവ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതൊന്ന് പരീക്ഷിച്ചാലോ? ചോദ്യങ്ങൾ കൃത്യമായിരിക്കണം. അതിനുവേണ്ടത് ഉത്തരത്തെപ്പറ്റി വ്യക്തമായ ധാരണയാണ്. ആദ്യമായി തനിക്ക് അറിയേണ്ടതെന്താണ്? അവൻ സ്വയം ചോദിച്ചു. ആ രാജാവിന്റെ അനുഗ്രഹം തനിക്കുണ്ടോ എന്ന് തന്നെ ആദ്യം ചോദിച്ചറിയാം. അവൻ മടിശീലയിൽ കൈയിട്ടു. ആദ്യം കൈയിൽ തടഞ്ഞത് പുറത്തെടുത്തു. ഉത്തരം ഉവ്വ് എന്നായിരുന്നു. ഞാൻ തേടുന്ന നിധി എനിക്ക് കണ്ടെത്താനാകുമോ? രണ്ടാമതായി അറിയേണ്ടതായിരുന്നു. വീണ്ടും അവൻ സഞ്ചിക്കകത്തേക്ക് കൈയിട്ടു. അതിന്റെ അടിവശത്തൊരു ദ്വാരമുണ്ടായിരുന്നു. അതവൻ കണ്ടിരുന്നില്ല. വിരലുകൾ കൊണ്ട് കല്ലുകൾ തിരിയുന്നതിനിടയിൽ ആ ഓട്ടയിലൂടെ അവ രണ്ടും നിലത്തു വീണു. അവനത് പെറുക്കി പിന്നെയും സഞ്ചിയിലേക്കിട്ടു. ഇതൊരു ലക്ഷണമായിരിക്കുമോ? താഴെ കിടക്കുന്ന കല്ലുകൾ കണ്ടപ്പോൾ അങ്ങനെയാണ് അവന് തോന്നിയത്. എങ്കിൽ എന്തായിരിക്കും അവ സൂചിപ്പിക്കുന്നത്? കേറിയ സഞ്ചി തുന്നിക്കൂട്ടേണ്ടതിനെപ്പറ്റി അവൻ ചിന്തിച്ചില്ല. കല്ലുകളല്ലേ, എപ്പോൾ വേണമെങ്കിലും വീണുപോയിക്കോട്ടെ. അതിനെ മാത്രം ആശ്രയിച്ചിട്ടാകരുതല്ലോ തന്റെ ജീവിതം. വിധി അതിന്റെ പാട്ടിനു പോകട്ടെ. താനായിട്ടതിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കണ്ട. അല്ലെങ്കിലും നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ തനിക്ക് വേണ്ടതെന്തെന്ന് താൻ തന്നെ തീർച്ചയാക്കുമെന്ന്. ഏതായാലും ആ വൃദ്ധന്റെ അനുഗ്രഹാശിസ്സുകൾ തനിക്ക് തുണയായി ഉണ്ടെന്നാണല്ലോ കല്ലുകൾ സൂചിപ്പിച്ചത്. അതോർത്തപ്പോൾ മനസ്സിൽ കുറേശ്ശെ ധൈര്യവും ആത്മവിശ്വാസവും. അതുവരെ തോന്നിയ ഭയാശങ്കകൾ ക്രമേണ പിൻവാങ്ങാൻ തുടങ്ങി. അവൻ ചുറ്റുപാടും നല്ലവണ്ണം ഒന്ന് നോക്കി. പരിഭ്രമിക്കാനൊന്നുമില്ല. ആകപ്പാടെ ഒരു പരിചയക്കുറവ്, അത്രയേയുള്ളൂ. അല്ലെങ്കിലും പണ്ടുമുതലേ തന്റെ മോഹം നാടുകൾ ചുറ്റിക്കാണാനായിരുന്നു. പിരമിഡുകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഇത്രത്തോളം യാത്ര ചെയ്യാൻ സാധിച്ചതല്ലോ. തന്നെപ്പോലുള്ള വേറെ ഏതെങ്കിലും ഇടയന് ഇങ്ങനെയൊരവസരം കിട്ടിയിട്ടുണ്ടാകുമോ? വെറും 2 മണിക്കൂർ നേരത്തെ യാത്ര. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രാജ്യം. ഇവിടുത്തെ പ്രകൃതിയും ആളുകളുമൊക്കെ വേറെ തന്നെ. അങ്ങാടിയിൽ ഇപ്പോൾ ആളൊഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഏതാനും മണിക്കൂർ മുൻപ് വരെ ആൾക്കൂട്ടമായിരുന്നു. എത്രയെത്ര കടകൾ, എന്തെല്ലാം തരത്തിലുള്ള കച്ചവട സാമാനങ്ങൾ. നേരത്തെ കണ്ട ആ വാൾ, ഇത്ര കൗതുകമുള്ളൊരു വസ്തു ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ല. കഷ്ടം, ഇനിയൊരിക്കലും അത് തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലല്ലോ. വീണ്ടും അവന്റെ ഉള്ളിലൊരു തേങ്ങലുയർന്നു. അങ്ങനെ സ്വയം കൈയൊഴിയേണ്ടതില്ല, അവൻ തന്നോട് തന്നെ പറഞ്ഞു. വല്ലാത്തൊരു ചതിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നത് ശരി, പക്ഷെ അതോർത്ത് എണ്ണിപ്പെറുക്കിക്കൊണ്ടിരുന്നാൽ കാര്യം നടക്കുമോ? തന്റെ ലക്ഷ്യം ആ നിധി കണ്ടെത്തുകയാണ്. അതു മുന്നിൽ കണ്ടുകൊണ്ടുള്ള സാഹസിക യാത്രയാണിത്. ഇനി പിൻവാങ്ങുന്ന പ്രശ്നമില്ല. ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുക തന്നെ വേണം. ആളൊഴിഞ്ഞ അങ്ങാടിയിൽ ഉറങ്ങിക്കിടന്ന അവനെ ആരോ തട്ടിയുണർത്തി. അവിടെ ഒരു പ്രവൃത്തി ദിവസം ആരംഭിക്കുകയായിരുന്നു. ഉറക്കം തെളിഞ്ഞതും അവൻ ആദ്യം തിരഞ്ഞത് തന്റെ ആടുകളെയാണ്. 2 നിമിഷം കഴിഞ്ഞേ ഓർമ്മ വന്നുള്ളൂ, താനിപ്പോൾ ആന്റിലൂസിയയിലെ ഇടയച്ചെക്കനല്ല. ഇത് തികച്ചും പുതിയൊരു ലോകമാണ്. ആ തോന്നൽ എന്തുകൊണ്ടോ അവനിൽ കൂടുതൽ ഉന്മേഷം പകർന്നു. ഇനി മുതൽ ആടുകൾക്ക് പുല്ലും വെള്ളവും തേടി ചുറ്റിക്കറങ്ങേണ്ടതില്ല. ഇനിയുള്ള യാത്ര മുഴുവൻ ആ നിധി കൈക്കലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. വഴിയിലെ ദുർഘടങ്ങൾ, അവ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ധൈര്യം വിടാതെ നേരിടുക തന്നെ വേണം. കയ്യിൽ ചില്ലിക്കാശില്ല, എന്നാലും മനസ്സ് നിറയെ വിശ്വാസമുണ്ട്, സാഹസമുണ്ട്. താൻ വായിച്ച കഥാപുസ്തകങ്ങളിലെ നായകന്മാർ നടത്താറുള്ള വീരസാഹസിക യാത്രകൾ അവൻ ഓർത്തുപോയി. പ്രത്യേകിച്ചൊരു ഉദ്ദേശവുമില്ലാതെ അവൻ അങ്ങാടിയിൽ ചുറ്റി നടന്നു. കച്ചവടക്കാരോരോരുത്തരായി വരുന്നു. സാമാനങ്ങൾ നിരത്തി കച്ചവടം തുടങ്ങാൻ ഒരുക്കുകൂട്ടുന്നു. അതിനിടയിൽ സഹായത്തിന് ആരും കൂടെയില്ലാത്തൊരു മധുരപലഹാരക്കാരൻ. അയാൾ ആവശ്യപ്പെടാതെ തന്നെ അവൻ അയാളുടെ സഹായത്തിനു ചെന്നു. കച്ചവടക്കാരന്റെ മുഖത്ത് പ്രസന്നമായൊരു ചിരി. തന്റെ ജീവിതത്തെപ്പറ്റി അയാൾക്ക് വ്യക്തമായൊരു സങ്കല്പമുണ്ട്. പുതിയൊരു ദിവസത്തിന്റെ ആരംഭം. തികഞ്ഞ ഉന്മേഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യാൻ അയാൾ തയ്യാറാകുന്നു. കച്ചവടക്കാരന്റെ തെളിഞ്ഞ ചിരി വൃദ്ധരാജാവിന്റെ മുഖം അവന്റെ ഓർമ്മയിലെത്തിച്ചു. അവൻ വെറുതെ ആലോചിച്ചു നോക്കി, ഈ കച്ചവടക്കാരൻ എന്തു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ തൊഴിലിനിറങ്ങിയിരിക്കുക? പണം സമ്പാദിച്ച് ദൂരയാത്രകൾ ചെയ്യാനാവില്ല എന്ന മോഹം കൊണ്ടാകുമില്ല.
ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ മകളെ വിവാഹം കഴിക്കാമെന്ന മോഹം കൊണ്ടുമാകുമില്ല. ഒരുപക്ഷേ അവനവൻ ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ അയാൾ തിരഞ്ഞെടുത്തതാകാം. അതെ, അതാകാനേ വഴിയുള്ളൂ. അവനു രസം തോന്നി. താനും ആ വയസ്സൻ രാജാവിനെപ്പോലെ കാണുന്നവരെയൊക്കെ വിലയിരുത്താൻ തുടങ്ങുകയാണോ? അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരാളുടെ പെരുമാറ്റം സൂക്ഷിച്ചു നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം അയാൾ തന്റെ ലക്ഷ്യത്തിന് അടുത്താണോ അകലെയാണോ എന്ന്. അതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പ് ആ വഴിക്ക് തന്റെ ശ്രദ്ധ തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം. മധുരപലഹാരക്കാരൻ കട തുറന്നു. സാധനങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഒരുക്കിവെച്ചു. പണി കഴിഞ്ഞവൻ പോകാനൊരുങ്ങിയവേ അയാൾ അവന്റെ നേരെ നീട്ടി. അയാൾ ആ ദിവസം ആദ്യമുണ്ടാക്കിയ പലഹാരത്തിൽ നിന്നും കുറച്ച്. അതും തിന്നവൻ സ്ഥലം വിട്ടു. കുറച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് അവന്റെ മനസ്സിൽ ആ ചിന്തയുദിച്ചത്. പണിയെടുക്കുന്നതിനിടയിൽ രണ്ടാളും രണ്ടു ഭാഷയാണല്ലോ സംസാരിച്ചിരുന്നത്. കച്ചവടക്കാരൻ അറബി, താൻ സ്പാനിഷും. എന്നിട്ടും പരസ്പരം കാര്യം മനസ്സിലാക്കുവാൻ ഒട്ടും പ്രയാസമുണ്ടായില്ലല്ലോ. ശരിയാണ്, ഒരു കാര്യം തീർച്ച, വാക്കുകളെ ആധാരമാക്കേണ്ടതില്ലാത്ത ഭാഷയുമുണ്ട്. താനും തന്റെ ആടുകളും അന്യോന്യം മനസ്സിലാക്കിയിരുന്നത് വാക്കുകളിലൂടെ അല്ലായിരുന്നുവല്ലോ. മനുഷ്യർക്കും അതിനു കഴിയും. തമ്മിൽ തമ്മിൽ പറഞ്ഞു ധരിപ്പിക്കാൻ വാക്കുകൾ കൂടിയേ കഴിയൂ. ഇന്നിവിടെ അങ്ങനെയല്ലേ ഉണ്ടായത്? എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് താൻ പഠിച്ചു വരുന്നത്? അവന്റെ മനസ്സ് അത്ഭുതം കൂറി. എല്ലാം പുതിയതെന്ന് പറയാൻ വയ്യ. ചിലതൊക്കെ തനിക്ക് നേരത്തെ അറിയാവുന്നത് തന്നെ. എങ്കിലും സ്ഥിരം പതിവുകളായ കാരണം അവയെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ഇടവന്നിട്ടില്ല എന്ന് മാത്രം. വാക്കുകൾ കൈമാറേണ്ടാത്ത ഈ ഭാഷ സ്വന്തമാക്കണം. ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ അതാണ് ഏറ്റവും പറ്റിയ മാർഗം. ആകെപ്പാടെ ഒരു ആശ്വാസം, ഉണർവ്. പ്രത്യേകിച്ച് തിടുക്കമൊന്നുമില്ല. പട്ടണം ഒന്ന് ചുറ്റിക്കണ്ടേക്കാം. ടാഞ്ചിയറിലെ വീതി കുറഞ്ഞ ഇടവഴികളിലൂടെ സാവധാനത്തിലുള്ള നടത്തം. നിമിത്തങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റിയ മാർഗം. അതിന് നല്ല ക്ഷമ വേണം. അതവനൊരു പ്രശ്നമല്ല. ക്ഷമ ഇടയന്മാരുടെ കൂടെപ്പിറപ്പാണെന്നല്ലേ പറയുക? ഓർത്തപ്പോൾ അവന് ചിരി വന്നു. ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടാകാം. എന്നാലും പ്രയോഗിക്കേണ്ടത് ഇടയന്റെ അടവുകൾ തന്നെ. അതുതന്നെയാണ് ആ രാജാവും പറഞ്ഞതും. എല്ലാം ഒന്നുതന്നെയാണ്. വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രം. കുന്നിൻ ചെരുവിലുള്ള ഒരു കട. വിൽക്കുന്നത് ചില്ലുപാത്രങ്ങൾ. 10-30 കൊല്ലമായി ഒരാൾ ആ കട നടത്തുന്നു. അധികം പറ്റുകാരൊന്നും അവിടെ ചെന്നെത്താറില്ല. കച്ചവടം നന്ദി മോശം. എന്നും രാവിലെ കട തുറക്കുമ്പോൾ അയാൾക്ക് അതേ ആശങ്ക. ഇന്നത്തെ കച്ചവടം എങ്ങനെയായിരിക്കും ആറോ? കാലം എത്ര കഴിഞ്ഞു? ഇത് വേണ്ടെന്നുവെച്ച് പുതിയതിലെന്തെങ്കിലും കൈവയ്ക്കാൻ അയാൾക്കു പേടി. അറിയാവുന്ന ഒരേ ഒരു തൊഴിൽ ഇതാണ്: കുപ്പിപ്പാത്രങ്ങൾ വാങ്ങുക, വിൽക്കുക. ഒരു കാലത്ത് അയാളുടെ കടയിലെ സ്ഫടികപാത്രങ്ങൾക്ക് നല്ല പ്രിയമായിരുന്നു. അറബിക് കച്ചവടക്കാർ, ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വന്നിരുന്ന ഭൂമിശാസ്ത്രജ്ഞർ. അതൊരു കാലം. താനൊരു വലിയ പണക്കാരനാകുന്ന ദിവസം അന്നൊക്കെ അയാൾ സ്വപ്നം കാണാറുണ്ട്. വയസ്സു ചെല്ലുമ്പോഴേക്കും കൈ നിറയെ പണം, പരിചരിക്കാൻ സുന്ദരികളായ സ്ത്രീകൾ. അതൊക്കെ അന്നായിരുന്നു. ഇപ്പോൾ ടാഞ്ചീർ പാടെ മാറി. അയൽവക്കത്തെ സിയൂട്ട എന്ന കൊച്ചുപട്ടണം പെട്ടെന്നങ്ങ് വളർന്നു. വലിയൊരു നഗരമായി. അതോടെ ടാഞ്ചീറിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. വ്യാപാരം മോശമായി. ഈ പ്രദേശത്തെ കച്ചവടക്കാർ കുറെ ആ ഭാഗത്തേക്ക് മാറിപ്പോയി. ഇനി ബാക്കിയുള്ളത് ഏതാനും ചെറിയ കടകൾ മാത്രം. ഈ കയറ്റം കയറി ഇവിടെ വന്ന് തന്റെ സ്ഫടികപാത്രങ്ങളുടെ ഭംഗി കാണാൻ ആരെങ്കിലും മെനക്കെടുമോ? എന്നുവെച്ച് മറ്റെന്തിലെങ്കിലും ശ്രദ്ധ തിരിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള കഴിവൊട്ടില്ലതാനും. കൊല്ലം 30 കഴിഞ്ഞു. ഇനി ഈ വയസ്സുകാലത്ത് ഒരു മാറ്റത്തിനും മനസ്സ് സമ്മതം മൂളുന്നില്ല. അയാൾ വെറുതെ താഴെ നിരത്തിലേക്ക് നോക്കി കുത്തിയിരുന്നു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും കടന്നുപോകുന്നവർ, അതിൽ പലരുടെയും പതിവുകൾ തനിക്ക് മനപ്പാഠമാണ്. കുറേ നാളായി ഇത് തന്നെയാണല്ലോ പണി. അന്നേതാണ്ട് ഉച്ചയൂണിന്റെ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കടയുടെ മുൻപിൽ വന്നു നിന്നു. സാമാന്യം വൃത്തിയുള്ള വേഷം, പക്ഷെ കയ്യിൽ കാശൊന്നുമില്ലെന്ന് ഒറ്റ നോട്ടത്തിലെ അയാൾക്ക് മനസ്സിലായി. ഏതായാലും അവൻ കടന്നുപോകട്ടെ, എന്നിട്ടാകാം ഊണ് കഴിക്കാൻ. കടക്കാരൻ കാത്തിരുന്നു. ഒരു ബോർഡിൽ വാതിൽക്കൽ തന്നെ എഴുതിവെച്ചിരുന്നു, കടക്കാരന് പല ഭാഷകളും വശമാണെന്ന്. അയാൾ മുമ്പിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. അവന് ആശ്വാസം തോന്നി. ഈ ചില്ലലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന സ്ഫടികപാത്രങ്ങൾ, അതൊക്കെ ഞാൻ തുടച്ചു മിനുക്കി വയ്ക്കാം. കടയുടമസ്ഥന്റെ അരികിൽ ചെന്ന് നിന്ന് അവൻ പറഞ്ഞു, ഇങ്ങനെ പൊടിയും ചെളിയും പഠിച്ചുകിടന്നാൽ പാത്രങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുമോ? കടക്കാരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് കൂലിയൊന്നും വേണ്ട, വിശപ്പടക്കാൻ എന്തെങ്കിലും തന്നാൽ മതി. അപ്പോഴും അയാൾ മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. എന്നാൽ ഇനി താൻ തന്നെ മുൻകൈയെടുത്തേക്കാം, അവൻ തീരുമാനിച്ചു. കടയുടെ അകത്തേക്കു കയറി ചെന്നു.
ഇട്ടിരുന്ന കോട്ടൂരി അതുകൊണ്ട് ചില്ലുപാത്രങ്ങൾ ഓരോന്നായി എടുത്ത് തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. അരമണിക്കൂറേ വേണ്ടിവന്നുള്ളൂ. പാത്രങ്ങൾക്ക് പുതിയതെന്ന പോലെ തിളക്കം. അതിനിടയിൽ രണ്ടുപേർ കടയിലേക്ക് വന്നു. ഏതോ ചില പാത്രങ്ങൾ വാങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടയ്ക്കലും ഒതുക്കലും കഴിഞ്ഞപ്പോൾ അവൻ മുതലാളിയുടെ അടുത്തു ചെന്നു. വാ, നമുക്ക് പുറത്തുപോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അവനെയും വിളിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. തൽക്കാലത്തേക്ക് കട അടച്ചിരിക്കുന്നുവെന്നെഴുതിയൊരു ബോർഡ് അയാൾ വാതിൽക്കൽ തൂക്കിയിട്ടു. രണ്ടുപേരും കൂടി അടുത്തുള്ളൊരു ഭക്ഷണശാലയിൽ കയറി ചെന്നു. ഒഴിഞ്ഞൊരു മേശ കണ്ടുപിടിച്ച് ഇരിപ്പുറപ്പിച്ചു. തുടയ്ക്കലും മിനുക്കലും ഒന്നും വേണ്ടിയിരുന്നില്ല. അല്ലാതെ തന്നെ നിനക്ക് ഞാൻ ഭക്ഷണം വാങ്ങിത്തന്നിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. വിശുദ്ധ ഖുർആൻ അത് അനുശാസിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അപ്പോൾ പറയാമായിരുന്നില്ലേ പണിയൊന്നും എടുക്കേണ്ട എന്ന്? അതെങ്ങനെ? എന്റെ സ്ഫടികപാത്രങ്ങളിൽ പൊടി പിടിച്ചിരുന്നു. അതുപോലെ തന്നെ എന്റെയും നിന്റെയും മനസ്സിൽ അരുതാത്ത വിചാരങ്ങളുടെ കറ അതുകൂടി തുടച്ചു വൃത്തിയാക്കേണ്ടേ? അയാൾ കുറച്ചുറക്കെ ചിരിച്ചു. എനിക്ക് നിന്റെ കടയിൽ ജോലിക്ക് നിന്നുകൂടെ? ഭക്ഷണം കഴിച്ചിറങ്ങവേ അയാൾ ചോദിച്ചു. നിന്റെ കാൽവാരി കൊള്ളാം. അപ്പോൾ തന്നെ രണ്ടുപേർ വന്ന് പാത്രങ്ങൾ വാങ്ങിപ്പോയത് കണ്ടില്ലേ? ശകുനങ്ങൾ, ലക്ഷണങ്ങൾ. അവന് തോന്നി എല്ലാവർക്കുമുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ. വാസ്തവത്തിൽ അതിന്റെ അർത്ഥമെന്താണെന്ന് ഈ പറയുന്നവരാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? തന്റെ കാര്യവും ഇതുപോലെ തന്നെ. നാളെത്രയായി ആടുകളെയും മേച്ചു നടക്കുന്നു. എന്നിട്ടും ഇപ്പോഴാണ് മനസ്സിൽ തെളിഞ്ഞത്. വാക്കുകൾക്കതീതമായൊരു ഭാഷയിലൂടെയാണ് താനും ആടുകളും തമ്മിൽ മനസ്സിലാക്കിയിരുന്നതെന്ന്. എന്ത് തീരുമാനിച്ചു? എന്റെ കൂടെ നിൽക്കുന്നോ? കടക്കാരൻ വീണ്ടും ചോദിച്ചു. ശരി, ഞാൻ നിൽക്കാം. ഇനിയുള്ള പകൽ മുഴുവൻ, പിന്നെ രാത്രി പുലരുന്നതുവരെയും. കടയിലെ പാത്രങ്ങളത്രയും ഞാൻ തുടച്ചു മിനുക്കിത്തരാം. പകരം എനിക്ക് പണമായി കൂലി കിട്ടണം. ഈജിപ്തിലെത്തിച്ചേരാൻ വേണ്ട തുക നാളെ തന്നെ എനിക്ക് പുറപ്പെടണം. ഈജിപ്തിലെത്താൻ വേണ്ട പണമോ? കേട്ടതൊരു നേരമ്പോക്കാണെന്ന മട്ടിൽ കച്ചവടക്കാരൻ ഉറക്കെ ചിരിച്ചു. 1 വർഷം മുഴുവൻ പണിതാലും വിറ്റുകിട്ടുന്നതിൽ ഒരു ഓഹരി പങ്കായി ഞാൻ തന്നാലും അതിന് തികയില്ല. പിന്നെയും വലിയൊരു തുക കടമായി വാങ്ങേണ്ടിവരും. ഈജിപ്റ്റ് എവിടെയാണെന്നാണ് നിന്റെ വിചാരം? 1000 നാഴിക താണ്ടണം ഈ മരുഭൂമിയിൽ കൂടി. പെട്ടെന്ന് സർവവും തനിക്കു ചുറ്റും നിശ്ചലമായതുപോലെ അവനു തോന്നി. അങ്ങാടിയിലെ ആരവങ്ങളില്ല, പള്ളിഗോപുരത്തിലെ പ്രാർത്ഥനകളില്ല. അജ്ഞാതനായ രാജാവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച നിയോഗവും ഈജിപ്റ്റും പിരമിഡുകളും നിധിയുമൊക്കെ അവന്റെ ബോധത്തിൽ നിന്ന് മറഞ്ഞു. എങ്ങും കനത്ത നിശ്ശബ്ദത മാത്രം. മനസ്സിൽ പ്രതീക്ഷകളില്ല, സാഹസ സങ്കല്പങ്ങളില്ല. എല്ലാം ചലനമറ്റുലേക്കുന്നു. സ്വന്തം മനസ്സിന്റെ മരവിപ്പ് ചുറ്റുമുള്ള ലോകത്തെയും ബാധിച്ചുവോ? നിരാശയുടെ കാണാക്കയത്തിൽ മുങ്ങിപ്പോകവേ വാസ്തവത്തിൽ അവൻ ആശിച്ചുപോയി. ഇവിടെ ജീവിതം അവസാനിച്ചുവെങ്കിൽ, ഇതോടെ എല്ലാം തീർന്നുവെങ്കിൽ. സ്ഫടിക കച്ചവടക്കാരൻ വല്ലാത്ത ആശങ്കയോടെ അവന്റെ നീര് നോക്കി. എന്തുപറ്റി ഇത്ര പെട്ടെന്ന്? രാവിലെ കണ്ട മുഖപ്രസാദം ഇപ്പോൾ എന്താണിങ്ങനെ? കുട്ടി, ആർദ്രമായിരുന്നു ആ വിളി. എന്തിനാ പരിഭ്രമിക്കണേ? നാട്ടിൽ തിരിച്ചെത്താനുള്ള പണം ഞാൻ തരാം. അതുപോരെ? 2 നിമിഷം ആലോചിച്ചിട്ടാണ് അവൻ മറുപടി പറഞ്ഞത്. വേണ്ട, ഞാൻ നിങ്ങളുടെ കടയിൽ നിൽക്കാം. പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവൻ എഴുന്നേറ്റു. കുപ്പായം കൈകൊണ്ടൊന്ന് തട്ടിക്കുടങ്ങു. വീണ്ടും എന്തോ ആലോചിച്ചു നിന്നു. എനിക്ക് പണമുണ്ടാക്കണം. ഒരു പറ്റം ആടുകളെ വാങ്ങാൻ വേണ്ടത്ര